So once again, let me warmly welcome each and every one of you ഇവിടെ വന്നിട്ടുള്ള. ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും കുറച്ച് സിമ്പിൾ ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുക. കാരണം ചിലർ മലയാളം അറിയാത്തവരും ഇതിൽ ഗ്രൂപ്പിലുണ്ട്. വളരെ ഒരു 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 ഫ്രണ്ട്ലി ടോക്കായിരിക്കും ഇത്. അതിനുശേഷം നമ്മൾ തീർച്ചയായിട്ടും ഇപ്പം എല്ലാവരും ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും ഒരു ഡിസ്കഷൻ Q&A ഉണ്ടാവും. അപ്പോൾ Q&A നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങൾ വേണം ചോദിക്കാം. അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്തോളൂ ചാറ്റിൽ. ഇഫ് ദാറ്റ്സ് ഓക്കെ, ജസ്റ്റ് ടൈപ്പ് ഓക്കെ. എനിക്ക് ചാറ്റ് കാണാൻ പറ്റുന്നുണ്ട്. റൈറ്റ്, താങ്ക് യു വെരി മച്ച്. ആദ്യം പറയാൻ പോകുന്നത്, നമ്മൾ സ്ട്രെയിറ്റ് ടോപ്പിക്കിൽ തന്നെ പോവാം. ആദ്യം പറയാൻ പോകുന്നത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേരാണ്. LEAP എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര്. ഇത് ഏകദേശം ഒരു 3 വർഷം മുമ്പ് ഞങ്ങൾ തുടങ്ങിയതാണ്. ഒരു കോണ്ടൻറ്റ് ഉണ്ടായിരുന്നില്ല. ലീഡർഷിപ്പ് പഠിപ്പിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഒരു കോണ്ടൻറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇത് പബ്ലിഷ് ചെയ്തപ്പോൾ ഏകദേശം 100 ചില ആൾക്കാർ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. ഫസ്റ്റ് ഗ്രൂപ്പിൽ 100 ചില ആൾക്കാർ ജോയിൻ ചെയ്തു. എന്നിട്ട് ഓരോരോ ക്ലാസ്സിൽ ഞങ്ങൾ വീഡിയോസ് എടുത്തിട്ടാണ് ഇത് മുന്നോട്ട് ഒരു വർഷത്തെ പ്രോഗ്രാമായിട്ട് 52 ആഴ്ച, എല്ലാവരും 52 ഒന്നും ടൈപ്പ് ചെയ്യാം, എനിക്കറിയാൻ വേണ്ടി നിങ്ങൾ ക്യാച്ച് ചെയ്യണ്ടോയെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. 52 ആഴ്ചൻ്റെ പ്രോഗ്രാമായിരുന്നു. ആ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നീട് ഒരു വർഷത്തിന് ശേഷം വീണ്ടും അടുത്ത വർഷം ആകുമ്പോഴേക്കും ജനങ്ങൾ സെയിം കുട്ടികൾ തന്നെ ഒരുപാട് ആൾക്കാർ അതിൽ വീണ്ടും ജോയിൻ ചെയ്തു. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അതിൽ ഡെവലപ്മെൻറ്റ് കണ്ടു, അവർ ആ ലീഡർഷിപ്പിലെ ക്വാളിറ്റി കണ്ടു. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് ലീഡർഷിപ്പ് എന്താണെന്ന് നമുക്ക് അറിയണം. ലീഡർഷിപ്പ് ആർക്കാണ് ആവശ്യമുള്ളത്? ആര് തന്നെ ആയാലും വേണ്ടില്ല, ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആയാലും വേണ്ടിയില്ല, ഒരു ബിസിനസ് ഓൺട്രപ്രനർ ആയാലും വേണ്ടിയില്ല, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് മദർ ആണെങ്കിലും വേണ്ടില്ല, സ്കൂൾ സ്റ്റുഡൻസ് ആണെങ്കിലും വേണ്ടില്ല, ആര് തന്നെ ആയാലും അവർക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനമാണ് ലീഡർഷിപ്പ് എന്നുള്ളത്. എത്ര പേര് അത് അംഗീകരിക്കുന്നുണ്ട്? യെസ് എന്ന് ടൈപ്പ് ചെയ്യാൻ. ആര് തന്നെ ആയാലും വേണ്ടില്ല, നമ്മളൊരു കുട്ടികളാവാം, അല്ലെങ്കിൽ ഒരു ടീച്ചറാവാം, പ്രൊഫഷണൽ ആവാം, ഡോക്ടർ ആവാം, ബിസിനസ് ഓൺട്രപ്രനർ ആവാം, ബിസിനസ് ഓണർ ആവാം, ആര് തന്നെ ആയാലും നമുക്ക് എന്ത് വേണം? നമുക്ക് ലീഡർഷിപ്പ് വേണം. ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ ഇന്നിപ്പം ഒരു കമ്പനി, ഇപ്പം ഞാനൊക്കെ വർക്ക് ചെയ്തിരുന്ന ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പം 2 കാര്യങ്ങൾ അറിയേണ്ടത്. എല്ലാവരും 2 ടൈപ്പ് ചെയ്യുക. 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കും. നിങ്ങൾ എല്ലാവരും അറിയേണ്ടത്, നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യണോ ഇല്ല എന്നല്ലേ, നമുക്ക് എന്തെങ്കിലും പഠിക്കുകയും ചെയ്യാൻ. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന് ടെക്നിക്കൽ സ്കില്ല്, രണ്ടാമത്തത് ലീഡർഷിപ്പ് സ്കില്ല്. ടെക്നിക്കൽ സ്കില്ല് അറിഞ്ഞിരിക്കണം. ചിലർ ടെക്നിക്കലായിട്ട് വളരെ നല്ലതായിരിക്കും, അവർക്ക് നന്നായിട്ട് അറിയുണ്ടാവും, ടെക്നിക്കലായിട്ട് അറിയുണ്ടാവും, പക്ഷേ അവർക്ക് ലീഡർഷിപ്പ് സ്കില്ല് ഉണ്ടാവില്ല. ആ ലീഡർഷിപ്പ് സ്കില്ലുള്ള ഒരാൾക്ക് മാത്രമേ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ, അല്ലെങ്കിൽ ഒരു ഫാമിലിനെ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലേ? ടെക്നിക്കൽ സ്കില്ലുള്ള ഒരാൾക്ക് ലീഡർഷിപ്പ് സ്കില്ലില്ലെങ്കിൽ അയാൾ മറ്റൊരാളെ കീഴിൽ വർക്ക് ചെയ്യും. എത്ര പേർക്ക് ഇത്രയും കാര്യം മനസ്സിലായി? ടെക്നിക്കൽ സ്കില്ല്, എനിക്ക് നല്ല ടെക്നിക്കൽ സ്കില്ലുണ്ടെന്ന് വിചാരിക്കുക, ഞാൻ നല്ലൊരു എഡിറ്ററാണെന്ന് വിചാരിക്കുക, ടെക്നിക്കൽ സ്കില്ലാണ്. ഞാൻ നല്ലൊരു ആർട്ടിസ്റ്റാണെന്ന് വിചാരിക്കുക, ടെക്നിക്കൽ സ്കില്ലാണ്. ഞാൻ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നല്ല ടെക്നിക്കൽ സ്കില്ലാണ്. പക്ഷേ അതിൻ്റെ മേലെ ഒരു ലീഡർഷിപ്പ് ഉള്ള സ്കില്ലുള്ള ഒരാൾ കീഴിലായിരിക്കും ടെക്നിക്കൽ സ്കില്ലുള്ള ആൾ വർക്ക് ചെയ്യുക. എത്ര പേർക്ക് ഇത് മനസ്സിലായി? ക്രിസ്റ്റൽ ക്ലിയർ. CC എന്ന് ടൈപ്പ് ചെയ്യാം. 2 കാര്യം. ടെക്നിക്കൽ സ്കില്ലുള്ള ആൾ, എത്ര തന്നെ ടെക്നിക്കൽ സ്കില്ലുണ്ടെന്നാവട്ടെ, എത്ര തന്നെ ടെക്നിക്കൽ സ്കില്ലുള്ള ഒരാൾ, ഒരു പൈലറ്റ് ആയിക്കോട്ടെ, പൈലറ്റ് പോലും ടെക്നിക്കൽ സ്കില്ലാട്ടോ, മനസ്സിലാക്കാം. പൈലറ്റ് പോലും ടെക്നിക്കൽ ആ സ്കില്ലാണ്. പക്ഷേ ആ വ്യക്തി ഒരു ലീഡറിൻ്റെ കീഴിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക, മനസ്സിലാവുണ്ടാവും. അപ്പോൾ ലീഡർഷിപ്പ് സ്കില്ലുണ്ടെങ്കിൽ ആ വ്യക്തികൾ മറ്റേ ലെവലിലേക്ക് പോകും, അടുത്ത ലെവലിലേക്ക് പോകും. അപ്പോൾ ലീഡർഷിപ്പ് സ്കില്ല് ഇന്നിപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള, പക്ഷേ അത് സ്കൂളിൽ പഠിപ്പിക്കാത്തൊരു കാര്യമാണ്. സ്കൂളുകളിൽ കുറ്റം പറഞ്ഞതല്ല ഞാൻ, സ്കൂളിൽ ഈ നാട്ടിൽ സ്കൂളിൽ നിന്നൊക്കെ വളർന്നിട്ട് പോയിട്ടുള്ള വ്യക്തി തന്നെയാണ് ഞാനും. പക്ഷേ സ്കൂളുകളിൽ പഠിക്കുന്ന കെമിസ്ട്രി ഞാൻ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ട്, എത്ര പേര് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട് കെമിസ്ട്രി? നിങ്ങൾ കെമിസ്ട്രി ടീച്ചർ അല്ലെങ്കിൽ എത്ര പേര് അത് ഉപയോഗിച്ചിട്ടുണ്ട്? ഞാൻ യെസ് അന്നു. ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിച്ചത്. നമ്മൾ ഫിസിക്സ് ഉപയോഗിച്ചിട്ടില്ല. ഫിസിക്സ് ചിലപ്പോൾ നമ്മളൊരു പൈലറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. മാത്തമാറ്റിക്സ്, അർത്ഥമാറ്റിക്, അൽജബ്ര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് നിർത്തിവെച്ച ഇന്ന് വരെ ഞാൻ അത് തൊട്ടിട്ടില്ല. ഇന്ന് നമ്മളടുത്ത് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്കൂളുകൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ജീവിതത്തിൽ വരാൻ പോകുന്നില്ല. രണ്ടാമത്തെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്കൂളിൽ കിട്ടുന്ന പ്രോഗ്രസ് റിപ്പോർട്ട്, അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്മമാരും പാരൻസൊക്കെ പറയില്ല മറ്റു കുട്ടിക്ക് കൂടുതൽ മാർക്ക് കിട്ടിയെന്നുള്ളത്. മനസ്സിലാക്കുക, സ്കൂളിൽ നിന്ന് കിട്ടുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് ഒരു ഗ്യാരൻറ്റിയും ഇല്ല നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുന്നുള്ളതും. അതേപോലെ ബാക്ക് ബെഞ്ചർ, ഇന്ന പോലത്തെ ബാക്ക് ബെഞ്ചറുകളായിട്ടുള്ള ആൾക്കാർ ജീവിതത്തിൽ പരാജയപ്പെടുന്നുള്ള യാതൊരു ഗ്യാരൻറ്റി ഇല്ല. എത്ര പേർക്ക് അത് മനസ്സിലായി? ഗോട്ടിന്ന് എഴുതാ, ജി എന്ന് ടൈപ്പ് ചെയ്യാം. സ്കൂളിൽ ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന വ്യക്തികൾ ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല, ക്ലാസ്സിൽ ഏറ്റവും ബാക്കിലുള്ള ആളുകൾ ജീവിതത്തിൽ തോൽക്കണമെന്നില്ല. അതൊക്കെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ മാർക്കറ്റിനനുസരിച്ച്, നമ്മുടെ ജീവിതത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. എന്താണ് ഇവിടെ നടക്കുന്നത് അതിനനുസരിച്ച് മാറണം. ഇതിന് നമ്മൾ ലേണിംഗ്, അൺലേണിംഗ്, റീലേണിംഗ് ഒക്കെ പറയും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പഠിക്കുക, ഒരു ഉദാഹരണത്തിൽ ഒരു കാർ ഓടിക്കാൻ പഠിച്ച ഒരാളാണെന്ന് വിചാരിക്കാം.
അപ്പോൾ ഇന്ത്യയിൽ കാർ ഓടിക്കുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്താണ്, ഏത് സൈഡിലാണ് നമുക്കറിയാം, റൈറ്റ് സൈഡിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. am I right? അതേപോലെ തന്നെ നമ്മൾ ആ ഒരു കണ്ടീഷൻ വെച്ച് നമ്മൾ ഗൾഫ് കൺട്രീസിൽ അല്ലെങ്കിൽ US പോയി കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ ഓടിക്കാൻ പറ്റുമോ? ആൻസർ ഇസ് നോ. അവിടെ എത്തുമ്പോൾ നമ്മൾ എന്താണോ പഠിച്ചത് അത് മറന്നിട്ട് പുതിയത് കാര്യം പഠിക്കണ്ടേ? എത്ര പേര് അത് അംഗീകരിക്കണ്ടേ? ശരിയല്ലത്? നമ്മൾ എന്താണോ ഇന്ത്യയിൽ പഠിച്ചതിൽ അത് മറക്കണം. അതിനാണ് അൺലേൺ എന്ന് പറയുക. അത് മറന്നിട്ട് നമ്മൾ എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് ആവശ്യമുള്ളത്, ആ ഒരു കൺട്രിയിലെ നിയമം അനുസരിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. ശരിയല്ലേ? ഇനി ഒരു കാര്യം ഓർക്കുക, അവിടെ ഒരു 5 വർഷം വർക്ക് ചെയ്തിട്ട് ആ വ്യക്തി നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണത്? അവിടുത്തെ മറന്നിട്ട് പഴയത് നിങ്ങൾ ഓർത്തെടുക്കണ്ടേ? അതിനാണ് റീ ലേണിംഗ് എന്ന് പറയാം. എത്ര പേർക്ക് അത് മനസ്സിലായി? ഗോട്ട് ഇൻ ദ ജി എന്ന് ടൈപ്പ് ചെയ്യാം. പഠിച്ചത് മറക്കാനും ശ്രമിക്കണം, പിന്നെ പുതിയത് പഠിക്കാനും പറ്റണം, പഴയത് മുമ്പോട്ട് ഇതൊക്കെ വരണം. എന്നാലേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യം, ഇപ്പം ഇവിടെ വരുന്ന ലീഡർഷിപ്പിൻ്റെ ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, എനിക്കറിയാം ഇത് എൻ്റെ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നതാണ്, 100 വർഷങ്ങളായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ്സാണ്, ഈ ബിസിനസ്സും ഇനി അടുത്ത 100 വർഷത്തിലേക്ക് പോകുമെന്ന് വിചാരിച്ചിട്ട് ആരെയും നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. കാരണം കഴിഞ്ഞ വർഷം ചെയ്ത ടെക്നിക്കല്ല ഇന്ന് ചെയ്യുന്ന ടെക്നിക്കല്ല നാളെ. അതൊക്കെ മാറണം. എസ്പെഷ്യലി AI ടൂൾസ് വന്നതിന് ശേഷം നമ്മുടെ ജീവിതമൊക്കെ വളരെ സിമ്പിളും ഈസി ആയിട്ടുണ്ട്, വളരെ സിമ്പിളായിട്ട് മാറിയിട്ടുണ്ട്. എത്ര പേര് അംഗീകരിക്കുന്നത്? ഗോട്ട് എന്ന് പറയാം, GI എന്ന് ടൈപ്പ് ചെയ്യാം, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. ഇവിടൊക്കെയാണ് നമ്മൾ ലീഡർഷിപ്പ് സ്കില്ല് വരില്ല. എവിടെയാണ് നമ്മൾ ചിന്തിക്കാൻ പറ്റണം, നമ്മൾക്ക് പ്രോ ആക്റ്റീവ് ആണ്, എന്തൊക്കെയാണ് വേൾഡ് നടക്കുന്ന ട്രെൻഡ്സ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് നടക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ ഇത് ചെയ്യാം, ഒരു പ്രിപ്പറേഷൻ ചെയ്യാം. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് അതേപോലെ ഡെവലപ്പ് ചെയ്തെടുക്കുക, നമ്മളെ മക്കളെ ഡെവലപ്പ് ചെയ്തെടുക്കുക, നമ്മളെ സ്റ്റാഫിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു കാര്യത്തിന് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയാം. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വാക്കുകൊണ്ട്, വളരെ സിമ്പിളായിട്ടുള്ള ഡെഫിനേഷൻ പറയാം. നിങ്ങളെ വാക്കുകൊണ്ട് നിങ്ങൾക്കൊരു വ്യക്തിനെ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിനെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിനെ കൊണ്ട് അയാളെ ഗോൾ നിങ്ങൾ നേടാൻ സാധിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ലീഡർഷിപ്പ് എന്ന് പറയാം. എത്ര പേർക്ക് ഇത് മനസ്സിലായി? CC എന്ന് ടൈപ്പ് ചെയ്യാം. വളരെ സിമ്പിളാണ്. നിങ്ങളെ കഴിവ് കൊണ്ട്, നിങ്ങളെ ഇൻഫ്ലുവൻസ് കൊണ്ട്, നിങ്ങളെ സംസാര രീതി കൊണ്ട് നിങ്ങളൊരു മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, മറ്റൊരാളെ കൊണ്ട് ആ വ്യക്തി, നിങ്ങളെ ഗോളല്ല കേട്ടോ, ആ വ്യക്തിനെ കൊണ്ട് ഗോള് നേടാൻ സമീപിക്കുന്നുണ്ടെങ്കിൽ, ആ ടാർഗറ്റ് നിങ്ങൾക്ക് ഇത് അച്ചീവ് ചെയ്യാൻ സമയക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ മലയാളം കറക്റ്റല്ല, അപ്പോൾ അതിന് ക്ഷമിക്കുക നിങ്ങൾ, എൻ്റെ കറക്റ്റല്ല മലയാളം. സോ ഇഫ് യു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനാണ് ലീഡർഷിപ്പ് എന്ന് പറയുക. നത്തിങ് മോർ നത്തിങ് ലെസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ലീഡർ ആരാണ്? നമ്മൾ രാഷ്ട്രീയത്തിൽ കാണുന്ന ലീഡറല്ല ഞാൻ ഇവിടെ പറഞ്ഞത്. നമ്മളൊരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്കിന് വില ഉണ്ടായിരിക്കണം, നമ്മൾ എന്താണോ പറയുന്നത് അത് ഫോളോ ചെയ്തിരിക്കണം. നമ്മളായിരിക്കണം ആദ്യത്തെ ഫോളോവർ. നമ്മളാണ് ആദ്യത്തെ ഫോളോവർ എങ്കിൽ നമ്മളെ ബാക്കിൽ ഫോളോവേഴ്സ് ഉണ്ടാവില്ലേ? ശരിയല്ലേ? നമ്മളായിരിക്കണം ലീഡർ. ഒരു ലീഡർ എന്താണോ പറയുന്നത് അത് ഫോളോ ചെയ്യണം. ആ ഫോളോ ചെയ്യണം ആദ്യത്തെ വ്യക്തി നിങ്ങളായിരിക്കണം. അതാണ് ഏറ്റവും വലിയ പ്രയാസം. ഇവിടെ നേതാക്കന്മാരെന്താ പറയുക, പറയാൻ അവർ നല്ല ഉഷാറായിട്ട് പറയും, പക്ഷെ അവർ കേൾക്കാൻ പോണില്ല, അവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണം. അങ്ങനെയല്ല, യഥാർത്ഥ ലീഡർഷിപ്പ് ഇതാണ്. അപ്പം ഈ ഒരു പ്രോഗ്രാം, ലീപ്പ് എന്നുള്ള പ്രോഗ്രാം ഞങ്ങൾ 3 വർഷം തുടങ്ങിയപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടൊരു വളരെ സിമ്പിളായിട്ട്, വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അതിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. 100 ചില ആൾക്കാർ ജോയിൻ ചെയ്തു. അങ്ങനെ 7 ബാച്ച് ആ വർഷം നടത്തി. പിന്നീട് അത് അതേപോലെ അടുത്ത വർഷം, ഇത് 3-ാമത്തെ വർഷം. ആദ്യത്തെ വർഷം ഞങ്ങൾ ഫുൾ ഒരു വർഷത്തിൽ 7 ബാച്ച് നടത്തിയപ്പം ഈ ഒരു 2025 ഏപ്രിൽ മാസത്തിൽ മാത്രം ഞങ്ങൾ 6 ബാച്ച് നടത്തിക്കണം. അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലായി നിങ്ങൾക്ക്? അത്രയ്ക്കും ആൾക്കാർ ഇപ്പം ഞങ്ങൾ ഓർഗനൈസേഷൻ ജോയിൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആദ്യത്തെ ബാച്ചിലൊക്കെ അമേരിക്കൻസും മറ്റുള്ളവരൊക്കെ ഞങ്ങൾ എടുത്തിരുന്നു. പക്ഷെ അവിടെ നമുക്ക് ഒരു പ്രശ്നം വന്നതെന്ന് വെച്ചാൽ, അമേരിക്കൻസിന് പറഞ്ഞ എക്സാമ്പിൾസ് എനിക്ക് ഇന്ത്യൻസിനോട് പറയാൻ പറ്റില്ല, ഇന്ത്യൻസിനോട് പറഞ്ഞ എക്സാമ്പിൾ ഞങ്ങൾക്ക് അങ്ങോട്ടും പറയാൻ പറ്റില്ല. എത്ര പേർക്ക് അത് മനസ്സിലായി? ഇന്ത്യൻസിൻ്റെ എക്സാമ്പിൾ, ഇന്ത്യൻ്റെ പറ്റി ചിലപ്പോൾ നമ്മൾ APJ അബ്ദുൽ കലാമിനെ പറ്റി പറയുമ്പോൾ അമേരിക്കക്കാർക്ക് അത് മനസ്സിലാവില്ല, അമേരിക്കൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ ഇന്ത്യക്കാർക്ക് വരില്ല. അപ്പോൾ ഞങ്ങൾ ഒരു ക്ലാരിറ്റി വന്ന് ഇതിൽ ഞങ്ങൾ ഫോറിനേഴ്സിന് എടുക്കില്ല, പക്ഷെ ഫോറിനിൽ ഇന്ത്യൻസിനെ, മലയാളീസിനെ ഒക്കെ എടുക്കും. അപ്പോൾ ഇതിൽ ഒരുപാട് മലയാളീസ് ഉണ്ട്. US, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, നിങ്ങൾ പറഞ്ഞ എല്ലാ സ്ഥലത്തും, യൂറോപ്പിൽ നിന്ന്, UK എന്നൊക്കെ ഒരുപാട് മലയാളീസ് ഉണ്ട്. മിക്കവാറും ഇതിൽ മലയാളീസാണ് ഉള്ളത്, അത് ഞാൻ പറഞ്ഞുതരാം. മലയാളീസാണ് ഉള്ളത്, പക്ഷേ അവർ അവിടെ നിന്നാണ് ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് എക്സാമ്പിൾസ് പറയാനും അവർക്ക് ഈസി ആയിരിക്കും. അപ്പം മറ്റ് നാട്ടുകാർക്ക്, മറ്റ് നാഷണാലിറ്റീസ് ഞങ്ങൾ വേറെ കോച്ചിങ് മാത്രം എടുക്കുള്ളൂ, ഇതിൽ ഞങ്ങൾ എടുക്കണില്ല. എത്ര പേർക്ക് ഇത് മനസ്സിലായി? ക്രിസ്റ്റൽ ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യുക, SS എന്ന് ടൈപ്പ് ചെയ്യാം, CC എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇത്രയും പേരും. ഇനി ഈ ഒരു പ്രോഗ്രാം 100% ഓൺലൈനിലാണ്.
100% ഓൺലൈനാണ്. അതായത് നിങ്ങൾ എവിടെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വരേണ്ട ആവശ്യമില്ല, ഒരു പ്രത്യേക ടൈമിന് വരേണ്ട ആവശ്യമില്ല, അതൊന്നും വരേണ്ട ആവശ്യമില്ല. 100% ഓൺലൈനിലാണ്. ഇത് 2 ഭാഷകളിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിൽ. ഈ വർഷമാണ് ഞങ്ങൾ മലയാളം തുടങ്ങിയത്. അപ്പം മലയാളത്തിൽ ഒരുപാട് ആൾക്കാർ, ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും കൂടുതലും മലയാളത്തിൽ ഉണ്ട്. ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്. വീട്ടമ്മമാരുണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഓൺട്രപ്രനേഴ്സ് എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒരുമിച്ചിട്ടാണ് ഇതിൽ ഈ ഒരു ഫാമിലിയിലുള്ളത്. അപ്പം 2 ഭാഷയിലുണ്ട്. ഇനിയുള്ളത് ഇതിൻ്റെ ഡ്യൂറേഷനാണ്. ഞങ്ങൾ ആദ്യത്തെ വർഷം 2ാമത്തെ വർഷം ഞങ്ങൾ 52 ആഴ്ചകളായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർഷം ഞങ്ങൾ 52-ന് പകരം 48 ചുരുക്കിയിട്ടുണ്ട്. 48 ചുരുക്കാനുള്ള കാരണം ചിലപ്പോൾ 4-5 ആഴ്ചകൾ നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യാർത്ഥം നിങ്ങൾക്ക് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 48 ആഴ്ചകളാക്കിയിട്ടുള്ളത്. എത്ര പേർക്ക് അത് മനസ്സിലായി? 48 എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതിനുള്ള അവസരം തരും. നിങ്ങൾ എന്ത് വേണം ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പം 48 ആഴ്ചൻ്റെ ഓൺലൈനിലുള്ള മലയാളത്തിലും ഇംഗ്ലീഷിലുള്ള ഒരു പ്രോഗ്രാമാണ് ലീപ്പ്. അതിനെ 100% ഫോക്കസ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ സെഷൻസ് ആണ്. നിങ്ങൾ അതിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. പ്രാക്ടിക്കൽ സെഷൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഇതിന് ഇനിയുള്ളത് ഏജ് ലിമിറ്റ് വല്ലതുണ്ടാവും. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് 25 വയസ്സിന് മേലെയുള്ള വ്യക്തികൾ, 25 വയസ്സിന് മേലെ ആർക്കും വേണം ഇതിൽ ജോയിൻ ചെയ്യാം. പക്ഷെ അതേ സമയത്ത് 25 വയസ്സിന് താഴെയുള്ളവരുണ്ട് കേട്ടോ. അവർ പറയണം ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ ഞങ്ങൾക്ക് ഇതിൽ ഒരു ഭാഗമാവണമെന്ന് പറഞ്ഞിട്ട് അതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതിലുള്ള അമ്മമാരും അച്ഛന്മാരും അവർ പാരൻസ് ചിലപ്പോൾ മക്കളെയും കൂടെ കൊടുത്തിട്ട് അവരെയും ചേർത്തുന്നുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുള്ള 25-ന് മേലെ ആണെങ്കിൽ പോലും പാരൻസ് ഇതിൽ ജോയിൻ ചെയ്തിട്ട് അവർ ഇതിൻ്റെ ബെനിഫിറ്റ് കണ്ടിട്ട് അവർ മക്കൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഭാര്യമാർ ഭർത്താക്കന്മാരെ റെക്കമെൻഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്, ഭർത്താക്കന്മാർ ഭാര്യമാരെ കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ ഒരുപാട് നിങ്ങൾക്ക് അങ്ങനത്തെ കേസുകളും കാണാം. ഭാര്യ ഭർത്താക്കന്മാർ അവരൊക്കെ വ്യത്യസ്ത ഗ്രൂപ്പുള്ള പേരാണ്. വ്യത്യസ്ത ഗ്രൂപ്പ്, ഞാൻ പറഞ്ഞ ബാച്ചസ് എന്ന് പറഞ്ഞില്ല, വ്യത്യസ്ത ബാച്ചസിലാണ് അവർ വർക്ക് ചെയ്യാൻ. കാരണം അവർക്ക് വ്യത്യസ്ത അറിവ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളത് ഇതിൻ്റെ ജോയിനിങ് ടൈം. എപ്പോഴാണ് ലീപ്പിലെ മെമ്പർ ആകാൻ പറ്റുക? ലീപ്പ് എല്ലാ മാസവും ഞങ്ങൾ ലീപ്പുണ്ട്. പുതിയ ബാച്ചസ് എല്ലാ മാസവും ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം ചുരുങ്ങിയത് ഒരു 10 മാസങ്ങളിൽ ആയിട്ട് ലീപ്പ് പുതിയ ബാച്ചസ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് എപ്പോൾ വേണം ജോയിൻ ചെയ്യാം. അതായത് ചാടി പിടിച്ച് നിങ്ങൾ തീരുമാനം എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ലീപ്പിൽ എപ്പോഴാണ് ജോയിൻ ചെയ്യണം നിങ്ങൾക്ക് തോന്നുക, നിങ്ങളിപ്പോൾ റൈറ്റ് ടൈം ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എക്സാമിനേഷൻസ് ഒന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യാത്രകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് തീരുമാനം എടുത്താൽ മതി. ഹൗ ടു ജോയിൻ, എങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ളത്, ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും. അത് കൂടാതെ നിങ്ങളിപ്പോൾ എല്ലാവരും, എനിക്ക് തോന്നുന്നു എല്ലാവരും ആ ലീപ്പ് എന്നുള്ള ആ ഒരു ഗ്രൂപ്പിലാണ് തോന്നുന്നു എല്ലാവരും ഉള്ളത്. നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉള്ളത് ആ ഗ്രൂപ്പിൽ ഞാൻ ലിങ്ക് അയച്ചു തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ മെസ്സേജ് വന്നിട്ടുള്ളത് ആ വാട്സപ്പിൽ നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീമോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് അത് ലിങ്ക് എങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. ഒരു തരത്തിൽ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ജോയിൻ ചെയ്യാനുള്ള സിസ്റ്റമാണ് ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ എഴുതി വെക്കേണ്ട ഒരു 5 വാക്കുകളുണ്ട്. ഒന്ന് എഴുതി വെക്കുക. നിങ്ങൾ അവിടെ ബുക്ക് ഉണ്ടെങ്കിൽ ഒരു പേപ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുക. അത് ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. ഞാൻ ഇവിടെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ചെയ്യുന്നില്ല, ശരിക്കും നമുക്ക് സംസാരിച്ചിട്ട് തീർക്കാവുന്നേ ഉള്ളൂ. ആദ്യത്തത് MMJ എന്നാണ്. 2 M 1 J. ആദ്യത്തെ നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കാം. ചെയ്തിട്ടുണ്ടെങ്കിൽ D എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇവിടെ D എന്ന് ടൈപ്പ് ചെയ്യാം. എനിക്കറിയാം നിങ്ങൾ ഡൺ ഉള്ളത്. ഇഫ് യു ആർ ഡൺ ജസ്റ്റ് കം ആൻഡ് ടൈപ്പ് D then please. Thank you Kabir. Thank you, Fatima. Thanks a lot. Number 2, MMD. രണ്ടാമത്തത് MMD. ഓക്കെ, ചെയ്തങ്ങനെ D എന്ന് ടൈപ്പ് ചെയ്തോളൂ, എനിക്കറിയാം. താങ്ക് യു റീജ, റുക്കയ്യ, താങ്ക് യു വെരി മച്ച്. ദ തേർഡ് വൺ ഇസ് MMA. ഷൈജ, താങ്ക് യു. മൂന്നാമത്തെ MMA. നാലാമത്തത് MMF. അഞ്ചാമത്ത് MMS. എസ് എന്നുള്ള പദം, ഷുഗർ എന്നുള്ള S. ഇനി ഇത് എന്താന്നുള്ള പറഞ്ഞുതരാം. ആദ്യം അറിയേണ്ടത് എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് ഒരു വീഡിയോ, 1, 2, 3 വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോസ് ആയിരിക്കും ഇതുണ്ടാവും. ടോട്ടൽ വീഡിയോസ് കേട്ടോ, ഒരു ആഴ്ചക്കുള്ള വീഡിയോ. അത് കാണുന്നുണ്ടെങ്കിൽ ആകെ നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന് സ്പെൻഡ്, ചിലർ നിങ്ങൾ ഒരുപാട് ഇരുന്ന് പഠിക്കണം, 10ാം ക്ലാസ്സിൽ പഠിക്കണ പോലെയൊക്കെ ഇരുന്ന് പഠിക്കണം, അതൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റും. എത്ര പേർക്ക് അത് സ്പെൻഡ് ചെയ്യാൻ പറ്റും? ആയെന്ന് ടൈപ്പ് ചെയ്യാം. ഒരു ആഴ്ചയിൽ 1 മണിക്കൂർ ഈ വീഡിയോസ് വാച്ച് ചെയ്യാൻ, അത്രേ ഉള്ളൂ. ഈ വീഡിയോ വാച്ച് ചെയ്തിട്ട് ആ വീഡിയോയിലുള്ള മെയിൻ കോണ്ടൻസ് നിങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷോ എഴുതി വെക്കണം, നോട്ട്സ് എഴുതി വെക്കണം.
വെറുതെ നോക്കി പോയിട്ട് യൂട്യൂബിൽ പോയി കാണുന്ന പോലെ അല്ലെങ്കിൽ സിനിമ കാണുന്ന പോലെ ചെയ്യരുത്. അത് കാണുക, നോട്ട്സ് എഴുതി വെക്കണം, നിർബന്ധമായിട്ട് നോട്ട്സ് എഴുതി വെക്കണം. ഇത് നോട്ട്സ് എഴുതി വെക്കാനുള്ള പറയാനുള്ള കാരണം ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് ചെയ്തതിന് ശേഷം ആഴ്ചയിൽ ഒരു ദിവസം, ഒരു ദിവസം നിങ്ങൾക്ക് ഒരു MMS, ലാസ്റ്റിൽ പറഞ്ഞ വാക്കുണ്ടല്ലോ MMS ഉണ്ടാവും. ഒരു MMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ മൈൻഡ് സെഷൻ എന്നതിൻ്റെ പേര്, മാസ്റ്റർ മൈൻഡ് സെഷൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും എത്ര മണിക്കാണ്, ഏത് നേരത്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യസ്ത ഓപ്ഷൻസ് ഞങ്ങൾ തരും. നമ്മൾ 2, 3, 4 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം ഏതാ നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന്. നിങ്ങളുടെ ടൈമിനനുസരിച്ച് എത്ര പേർക്ക് അത് മനസ്സിലായി? ഗോട്ട് ജി എന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ടൈമാണോ ഇഷ്ടം, നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ, മലയാളം വേണമെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ്, ഏത് ടൈം, രാവിലെ വേണോ വൈകുന്നേരം വേണോ, അതിനനുസരിച്ചിട്ടുള്ള നിങ്ങൾ 2-3 ഓപ്ഷൻസ് ഞങ്ങൾ തരും. ആ ഓപ്ഷനെ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള അത് നിങ്ങൾക്ക് എടുക്കാം. ഇതിനെയാണ് നമ്മൾ MMS എന്ന് പറയല്, അതായത് മാസ്റ്റർ മൈൻഡ് സെഷൻ എന്ന് പറയല്. ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാവുള്ളൂ, കൃത്യം 1 മണിക്കൂർ ഉണ്ടാവുള്ളൂ, കൃത്യം 1 മണിക്കൂർ. ആ 1 മണിക്കൂറിൽ ഒരു വ്യക്തി ഉണ്ടാവും നിങ്ങൾക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ക്ലാസ് എടുത്ത് തരുന്നത് എന്താണ്, നിങ്ങൾ വീഡിയോയിൽ പഠിച്ചത് അത് വീണ്ടും പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടല്ല. എന്താണ് വീഡിയോയിൽ പഠിച്ചത്, അത് എവിടെ നിങ്ങൾ അപ്ലൈ ചെയ്തു, ജീവിതത്തിൽ എവിടെ അപ്ലൈ ചെയ്തു, അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു, നിങ്ങൾ ബിസിനസ്സിൽ എവിടെ അപ്ലൈ ചെയ്തു എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ലീഡർ ഉണ്ടാവും. അതാണ് MMF, മാസ്റ്റർ മൈൻഡ് ഫെസിലിറ്റേറ്റർ എന്ന് അവർ പറയാം. മാസ്റ്റർ മൈൻഡ് ഫെസിലിറ്റേറ്റർ എന്ന് പറയും. അവരായിരിക്കും നിങ്ങൾ ലീഡ് ചെയ്യേണ്ടാവാം. ഇനി 3-4 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് മാസ്റ്റർ മൈൻഡ് ഫെസിലിറ്റേറ്റർ ആവാം. എത്ര പേർക്ക് അത് ഇഷ്ടമാണ്? ഒരു പൈസയും തരണ്ട, നിങ്ങൾക്ക് തന്നെ ഫെസിലിറ്റേറ്റർ ആവും. എത്ര പേർക്ക് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ എനിക്കൊന്ന് ആവണം, എനിക്ക് ആഗ്രഹമുണ്ട്, ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ, എൻ്റെ പ്രസൻറ്റേഷൻ സ്കിൽസ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ. ഒരു പൈസയും തരണ്ട. നാളെ നിങ്ങൾ എവിടെയും പോയി പഠിക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് റുപ്യ വാങ്ങിക്കുന്ന സെയിം സാധനം ഇവിടെ ഫ്രീ ആയിട്ട് ഞങ്ങൾ തരും. നിങ്ങൾക്ക് കുറേ കുട്ടികളും തരും, നിങ്ങളോട് പറയും ഗോ ആൻഡ് ട്രെയിൻ ദം, ഗോ ആൻഡ് കോച്ച് ദം, ഗോ ആൻഡ് ഫെസിലിറ്റേറ്റ്, എല്ലാ ട്രെയിനിങ് ഞങ്ങൾ ഫ്രീ ആയിട്ട് തരും. ദ മോർ യു ടീച്ച് ദ മോർ യു ലേൺ എന്നുള്ള സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു കുടുംബമാണിത്. ഇതൊരു കുടുംബമാണ്, ഇതൊരു ഓർഗനൈസേഷനോ. ഒരിക്കലും ഞങ്ങളെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാറില്ല. ഒരിക്കലും നിങ്ങൾ വന്ന് വാങ്ങിച്ചത് ഞങ്ങൾ അങ്ങനെ ഒന്നും പറയാറില്ല. ഞങ്ങൾ ഇഫ് യു വാണ്ട്, നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് ശരിയാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് തോന്നിക്കഴിഞ്ഞാൽ, അങ്ങനെയാണ് ഇവിടെയുള്ള എത്രയോ ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് വരുന്ന ബാച്ചസിലൊക്കെ ഓരോ 2 മാസം കൂടുമ്പോഴൊക്കെ 100-100 ആൾക്കാർ ഇങ്ങനെ വന്ന് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കും. ലോകത്തിന് എവിടുന്നൊക്കെ വന്ന് ജോയിൻ ചെയ്യാൻ ഞങ്ങളൊന്നും വെക്കാറില്ല. ഞങ്ങൾ ഇതേപോലത്തെ ഒരു സെഷന് 1-2 സെഷൻസ് വെക്കും, അത് കണ്ടുവരുന്നത്. അപ്പം എത്രത്തോളം നമ്മൾ കൂടുതൽ പഠിപ്പിച്ച് കൊടുക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് അറിവ് കൂടുകയും ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മാസ്റ്റർ മൈൻഡ് ഫെസിലിറ്റേറ്റർ നിങ്ങൾക്കാവാം. വേക്കൻസി അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ജൂലൈ വരെ ബുക്ക്ഡാണ്, കംപ്ലീറ്റ് ആൾക്കാർ വന്ന് നിറഞ്ഞു നിൽക്കുകയാണ് ഞങ്ങൾക്ക് ആവണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഓരോരോ മാസം ഞങ്ങൾക്ക് പുതിയ ഫെസിലിറ്റേറ്റേഴ്സിനെ ഞങ്ങൾ റിലീസ് ചെയ്ത് കൊടുക്കും. ഇനി അറിയേണ്ടത്, നിങ്ങൾ ഏത് ടൈമാണോ ഏത് ബാച്ചാണോ സെലക്ട് ചെയ്തിട്ടുള്ളത്, ഒരു ടൈം നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു ഭാഷയും നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ MMA എന്ന് പറയാല്. MMA ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. MMA എന്ന് പറഞ്ഞാൽ മാസ്റ്റർ മൈൻഡ് അക്കാഡമി. നിങ്ങൾ ഓരോരുത്തരും ഓരോരോ അക്കാഡമിയിലെ മെമ്പേഴ്സാണ്. ഓരോ അക്കാഡമി വെച്ചാൽ ഓരോ സ്കൂളിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോ ക്ലാസ് റൂം, അത് നമ്മൾ അക്കാഡമി എന്നാണ് പറയല്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഒരു മാസം ഏപ്രിൽ മാസം ഞങ്ങൾക്കുള്ളത് 6 അക്കാഡമീസ് ഉള്ളത്. 6 അക്കാഡമീസ്, 3 ഇംഗ്ലീഷിൽ അക്കാഡമി വ്യത്യാസ ടൈമിലുണ്ട്, 3 മലയാളത്തിൽ അക്കാഡമീസ് വ്യത്യാസ ടൈമുകളുണ്ട്. എത്ര പേർക്ക് അത് മനസ്സിലായി? ഗോട്ട് ഇറ്റ്, GI എന്ന് ടൈപ്പ് ചെയ്യാം. എത്ര പേർക്ക് മനസ്സിലായി? ഗോട്ട് ഇറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ഗുഡ്. ഇനിയുള്ളത് MMJ എന്നുള്ളതാണ്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. MMJ എന്ന് പറഞ്ഞാൽ അതും ഒരു വാട്സപ്പ്, ഈ അക്കാഡമി എന്നൊക്കെ പറഞ്ഞ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് കേട്ടോ, അല്ലാതെ ഒരു ഫിസിക്കൽ ക്ലാസ് റൂം അല്ല. ഈ MMJ എന്ന് പറഞ്ഞാൽ അതൊരു മറ്റൊരു വാട്സപ്പ് ഗ്രൂപ്പാണ്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഒരു ചർച്ചയില്ല. ഈ MMJ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വെറും ലിങ്ക്സ് ആയിരിക്കും. ലിങ്കുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. ഏത് ലിങ്ക്? നിങ്ങളെ അക്കാഡമിയിൽ നടക്കാൻ പോകുന്ന സെഷൻ്റെ ലിങ്ക് മാത്രമല്ല, ഇപ്പം എത്രയോ ഈ ഒരു മാസം ഞങ്ങൾക്ക് ഇപ്പം നടക്കുന്ന 21 സെഷൻസ് ഒരു ആഴ്ചയിൽ നടക്കുന്നുണ്ട്. ഈ MMS എന്ന് പറയുന്നത് 1 മണിക്കൂറിൻ്റെ സെഷൻ ഉണ്ടല്ലോ, 21 ഓരോ ആഴ്ചയിൽ ഇപ്പം നടക്കുന്നുണ്ട്. അടുത്ത ആഴ്ച അടുത്ത ബാച്ച് വരുമ്പോഴേക്കും 21 24 28 മാറും. അത് എത്ര പേർക്ക് മനസ്സിലായി? അപ്പോൾ ഈ MMJയിൽ ഇങ്ങനെ ലിങ്കുകൾ വന്നുകൊണ്ടിരിക്കണം, വേറെ ഒന്നും ഉണ്ടാവില്ല. അതായത് ഇത്ര മണിക്കൂർ ക്ലാസ് ഉണ്ട്, അത് നിങ്ങളെ ക്ലാസ് ആവണമെന്നില്ല. ചിലപ്പം 26ാമത്തെ ആഴ്ചയുള്ള ആളെ ക്ലാസ്. കൂടുതൽ പഠിക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് കൂടുതൽ അറിവ് നേടുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? യെസ് ഓർ നോ?
സാണ് ഇവിടെയുള്ള കുട്ടികൾ ഒരാഴ്ച 2 ആഴ്ച 1 മാസം ആകുമ്പോഴേക്കും അവർ വ്യത്യസ്ത ക്ലാസ്സിൽ പങ്കെടുത്ത് അവർ ലീഡർഷിപ്പ് അങ്ങനെ പഠിക്കണവർ. അപ്പോൾ നിങ്ങൾക്ക് അതിന് കംപ്ലീറ്റ് സൗകര്യമുണ്ട്. നിങ്ങൾ ഒരു റിസ്ട്രിക്ഷൻ, നിങ്ങൾക്ക് മലയാളത്തിൽ കയറാം, ഇംഗ്ലീഷിൽ കയറാം, എന്ത് വേണം ചെയ്യാം. അത് കംപ്ലീറ്റ് ഉള്ള MMJ എന്നുള്ള ഗ്രൂപ്പ്. MMJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ മൈൻഡ് ജംഗിൾ എന്നാ പറയാം. ആ ജംഗിളിൽ ലിങ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. എത്ര പേർക്ക് അത് മനസ്സിലായി? ഗോട്ട് GI എന്ന് ടൈപ്പ് ചെയ്യാം, GI എന്ന് ടൈപ്പ് ചെയ്യാം. റൈറ്റ്. ഇനി മനസ്സിലാക്കേണ്ട ഒന്നും കൂടെ ഞാൻ വിട്ടിട്ടുണ്ട്. അതിനാണ് MMD എന്ന് പറയാം. ഈ MMDയിലാണ് നിങ്ങളും മറ്റേ അക്കാഡമീസിലെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലമാണ് MMD. അവിടെ നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള നിങ്ങളെ സെഷൻസിനെ കുറിച്ചിട്ടും അതിനെ പറ്റിയിട്ടായിരിക്കും അവിടെ ചർച്ചകൾ. ലീഡേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്ന സ്ഥലമാണ് ഒരു MMD അല്ലെങ്കിൽ മാസ്റ്റർ മൈൻഡ് ഡിസ്കഷൻസ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് 5 കാര്യങ്ങളാണ്. ഒന്ന് MMS, അതായത് മാസ്റ്റർ മൈൻഡ് സെഷൻസ്. ആ ക്ലാസ്സിനാണ് നമ്മൾ MMS എന്ന് പറയാം. നിങ്ങളെ ക്ലാസ്സിന് അല്ലെങ്കിൽ നിങ്ങളെ അക്കാഡമിക്കാണ് MMA എന്ന് പറയാം. നിങ്ങളെ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടറിനെയാണ് MMF എന്ന് പറയാം, അതായത് മാസ്റ്റർ മൈൻഡ് ഫെസിലിറ്റേറ്റർ എന്ന് പറയാം. നിങ്ങൾക്ക് എവിടെയാണോ ലിങ്ക് കിട്ടുന്നത് അതിനെയാണ് MMJ എന്ന് പറയാം. നിങ്ങൾ എവിടെയാണ് ഡിസ്കഷൻ നടക്കുന്നത് അതിനെയാണ് MMD എന്ന് പറയാം. ഇനി നിങ്ങളോട് ഞാൻ വീഡിയോയുടെ കാര്യം പറഞ്ഞു. നിങ്ങൾ മലയാളത്തിലാണ് ജോയിൻ ചെയ്തതെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് മലയാളമാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നത്, മലയാളത്തിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ മലയാളിയാണ്, പക്ഷെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ എത്ര പേരുണ്ടോ ഒന്ന് കൈവെക്കുക. ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു വിചാരിക്കാം. ഓക്കെ, അങ്ങനത്തെ വ്യക്തികൾ, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ ഉണ്ട്. ഇപ്പം ഇന്ന് നടക്കുന്നുണ്ട്, ഇന്ന് പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ് ഞങ്ങൾ നാളെ മുതൽ അത് തുടങ്ങാൻ പറ്റും. പക്ഷേ ഇതൊന്നും അതിനായിട്ട് വ്യത്യാസമാണ് ഇവിടെ. നിങ്ങൾക്ക് ഇംഗ്ലീഷാണ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് അവിടെ സംസാരം വെറും ഇംഗ്ലീഷ് ആയിരിക്കും. മനസ്സിലായില്ലേ? അവിടെ സംസാരം വെറും ഒരു ഡയലോഗൊക്കെ വരുന്നത് ഇംഗ്ലീഷായിരിക്കും. നിങ്ങൾ ഫെസിലിറ്റേറ്റർ ഇംഗ്ലീഷായിരിക്കും സംസാരിക്കുക, മലയാളം ഒരു അക്ഷരം സംസാരിക്കില്ല. അതല്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് തീരെ അറിയില്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കും വേണ്ട, നിങ്ങൾക്ക് മലയാളം മതിയെങ്കിൽ മലയാളത്തിൽ ജോയിൻ ചെയ്യാം. അതുകൊണ്ട് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മലയാളത്തിലെ വീഡിയോയും കിട്ടും, ഇംഗ്ലീഷിലെ വീഡിയോയും കിട്ടും. എത്ര പേർക്ക് അത് ഇഷ്ടപ്പെട്ട്? ഗോട്ട് ലവ് ഇറ്റ് LI എന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഇംഗ്ലീഷ് വീഡിയോ കിട്ടും, മലയാളത്തിൽ വീഡിയോ കിട്ടും. നിങ്ങൾ രണ്ടും നിങ്ങൾക്ക് കേൾക്കാൻ പഠിക്കാം. ഒരു റിസ്ട്രിക്ഷൻ ഇല്ല, ഒരു റിസ്ട്രിക്ഷൻ ഇല്ലാത്ത. കാരണം എല്ലാവരും ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ റിസ്ട്രിക്ഷൻ പാടില്ല. അപ്പോൾ ആ ഒരു കൾച്ചർ ഞങ്ങൾ ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർ അവരുടെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഓഫീസിൽ പോയിട്ട് ഈ ഒരു കൾച്ചർ യൂസ് ചെയ്യുന്നത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഒരു വ്യക്തി പറഞ്ഞു, അദ്ദേഹം എന്താണ് പള്ളിയിൽ ഇത് ചെയ്യണ എന്താണ് ഖത്തീബ എന്ന് പറഞ്ഞു. എന്താണ്, പക്ഷെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തി. ആ വ്യക്തി ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ പ്രേയറിൽ ഇവിടെ പഠിച്ച കാര്യം അവിടെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഗൾഫിലാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, എവിടെയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ആളുടെ പേരൊന്നും അറിയില്ല. അപ്പോൾ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ, സെൻസായി നിങ്ങൾ ലീപ്പിൽ ഞാൻ പഠിച്ച സാധനം ഇന്ന് ഞാൻ പള്ളിയിൽ സംസാരിക്കുമ്പോൾ ഞാൻ അതാണ് യൂസ് ചെയ്തത്. അത് കേട്ടിട്ട് അവിടുത്തെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിങ്ങളെങ്ങനെ ഇത് പഠിച്ചതെന്ന്. എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് സംഭവിച്ചാട്ടോ, ഇന്ന് ഉച്ചയ്ക്ക്, ഇന്ന് ഫ്രൈഡേ ആണ്, നിങ്ങൾക്കറിയാം ഇന്ന് ഫ്രൈഡേ ആണെന്നുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് സംഭവിച്ച സംഭവമാണിത്. എനിക്ക് ഈ വ്യക്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ ആ വ്യക്തി അത് കേട്ടു. ഞാൻ പറഞ്ഞു, താങ്ക് യു, വെരി ഗുഡ്, ദാറ്റ്സ് ഗുഡ്. അതായത് നിങ്ങൾക്കിത് എവിടെയും വേണം യൂസ് ചെയ്യാം, ഏത് പ്രൊഫഷനിലും വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്കുള്ളത് വീഡിയോസിനെ പറ്റി പറഞ്ഞു, ടൈമിങ്ങിനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് പറയാൻ പോകുന്നത്, ഇത് വളരെ ബിസി ആയിട്ടുള്ള ആളാണ് ഞാൻ, എനിക്കിത് പങ്കെടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പങ്കെടുക്കാൻ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ടൈമാണ്. നിങ്ങൾക്ക് വീഡിയോസ് ഏത് നേരം നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ. ഞാൻ പറഞ്ഞതുപോലെ ആഴ്ചയിൽ 1 മണിക്കൂറുള്ളൂ നിങ്ങൾക്ക് വീഡിയോ വാച്ച് ചെയ്യാൻ. ആ നോട്ട്സൊക്കെ കൂടെ എഴുതണമെന്നുണ്ടെങ്കിൽ ആകെ മൊത്തം 1.5 മണിക്കൂർ മതി. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള 1 മണിക്കൂർ നിങ്ങൾക്ക് മറ്റേ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾ വളരെ ബിസി ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ഇന്നാണ് നിങ്ങൾക്ക്, ഇന്ന് ഫ്രൈഡേ, ഇന്ന് വൈകുന്നേരം ഇപ്പോൾ 9 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്, ഇപ്പോൾ നടക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ നടത്തുമ്പോൾ വേറെ ക്ലാസ് 9 മണിക്ക് ഫ്രൈഡേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ക്ലാസ് പങ്കെടുക്കാൻ പറ്റില്ല. ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ MMJയിൽ നിങ്ങൾക്ക് 21 ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, വേറെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നു. നിങ്ങൾക്ക് അതിൽ പോയി പങ്കെടുക്കാം. എത്ര പേർക്ക് അത് മനസ്സിലായി? അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാസ് ഇവിടെ മിസ്സായി എന്ന് വിചാരിച്ച് നിങ്ങൾക്കൊന്നും മിസ്സാകാൻ പോകില്ല. കാരണം വേറെ ക്ലാസ്സിലുള്ള വേറെ ഇൻസ്ട്രക്ടേഴ്സ് നടത്തുന്ന ക്ലാസ് ഉണ്ടാവും, അതിൽ പോയിട്ട് പങ്കെടുക്കാം. എത്ര പേർക്ക് അത് മനസ്സിലായി? ഗോട്ട് ഇറ്റ് GI എന്ന് ടൈപ്പ് ചെയ്യാം. എത്ര പേർക്ക് അത് മനസ്സിലായി? അതായത് നിങ്ങളെ ക്ലാസ് മിസ്സായി എന്ന് വിചാരിച്ചാൽ ഒന്നും പ്രശ്നമാക്കണ്ട. അത് ഡിസ്കഷൻസിലുണ്ടാവും, വേറെ ക്ലാസ്സിൽ നടക്കണം, അതിലൊക്കെ പോയി പങ്കെടുക്കാം. അപ്പോൾ അത് പേടിക്കേണ്ട ആവശ്യമില്ല. സോ ഈസ് ഇറ്റ് ഫോർ ബിസി? യെസ്. ഓക്കെ. ഇനിയുള്ളത് ഇതിൻ്റെ റോഡ് മാപ്പാണ്.
ഞാൻ പറഞ്ഞു 48 ആഴ്ച എന്നുള്ള പറഞ്ഞു. ഇതിൻ്റെ റോഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത്. എല്ലാവർക്കും ഒന്നും ടൈപ്പ് ചെയ്യാൻ പറ്റും, രണ്ടൊന്നും ടൈപ്പ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടൊന്നും ടൈപ്പ് ചെയ്യാൻ. ഇതെന്താ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ഒന്ന് വെച്ചാൽ 6 മാസമാണ്, രണ്ടാമത്തെ ഭാഗം വെച്ചാൽ 6 മാസമാണ്. അങ്ങനെ 6 മാസമായിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ 6 മാസം വെച്ചാൽ നമുക്ക് 12 സെഷനാണ് ഉള്ളത്. രണ്ടാമത്തെ 24 സെഷനാണ് ഇതിന് 6 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ 24. അങ്ങനെയാണ് ഇത് 48 ആഴ്ചകളാണ്. എത്ര പേർക്ക് മനസ്സിലായി? അങ്ങനെ ടോട്ടലാണ് ഈ 48 ആഴ്ച ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ ആദ്യത്തെ 6 മാസം എന്ന് വെച്ചാൽ 24 ക്ലാസ്, രണ്ടാമത്തെ 6 മാസം എന്ന് വെച്ചാൽ 24 ക്ലാസ്, ടോട്ടൽ 48 ക്ലാസ്. ഈ 48 ക്ലാസ്സിനുള്ള ടോട്ടൽ ഫീ ഇനി എന്നിട്ടൊന്നും വേണ്ട കേട്ടോ. യഥാർത്ഥ ഫീ ഇപ്പോൾ ഞാൻ നിങ്ങളെ ആ ഒരു വെബ്സൈറ്റിൽ കൊണ്ടുപോയി കാണിച്ചു തന്നാൽ, ക്ലാസ് റൂമിൽ കാണിച്ചു തന്നാലും ഈ ഫീസ് തന്നെ ആയിരിക്കും അവിടെ കാണില്ല നിങ്ങൾ. യഥാർത്ഥ ഫീ 1,20,000 റുപ്യ, 1,20,000. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കുക അവിടെ. യഥാർത്ഥ ഫീ ഇപ്പോഴും ആ ഫീസ് അത് തന്നെ കേട്ടോ, 1,20,000 റുപ്യ. ഇത് ഈ ചാറ്റൊക്കെ വിട്ട് പോകാൻ നിൽക്കണ്ട, ഞാൻ പറഞ്ഞു തീരട്ടെ. ഇപ്പോൾ പോയി നിങ്ങൾ അക്കാഡമിയിൽ പോയി നോക്കിയാലും അത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കാണാനുണ്ടാവാം. ഓക്കെ, പക്ഷെ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ഈ ഒരു ജാനുവരി മുതൽ, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു വ്യത്യാസം ഇതായിരുന്നു, പക്ഷേ ഈ ഒരു ജാനുവരി മുതൽ ഞങ്ങൾ തീരുമാനിച്ച ഒരു തീരുമാനം, ഈ 1,20,000 റുപ്യ തരുന്നതിന് പകരം നിങ്ങൾക്ക് 75% ഡിസ്കൗണ്ട് കൊടുത്തിട്ട്, ഓക്കെ, ഡിസ്കൗണ്ട് അല്ല, ഓഫർ എന്ന് വേണം പറയാം. കാരണം ഞങ്ങൾക്ക് വേണ്ടത് കൂടുതൽ കുട്ടികളും കൂടുതൽ ആൾക്കാർ വന്നിട്ട് പഠിക്കുക എന്നുള്ള ഒറ്റ ആഗ്രഹമുള്ളൂ. അല്ല പണം ഉണ്ടാക്കുക എന്നുള്ള, പണം വേണം, എല്ലാവർക്കും വേണം, അതില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാവരും സർവൈവ് ചെയ്യണം. പക്ഷെ അതേ സമയത്ത് എല്ലാവരും ഏറ്റവും കൂടുതൽ ലീഡർഷിപ്പ് കൊണ്ടുവരാനുള്ള ആഗ്രഹത്തോടുകൂടി ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നത് തീരുമാനിച്ചത്, 75% ഡിസ്കൗണ്ട് കൊടുത്താൽ നിങ്ങൾക്ക് ആകെ 30,000 റുപ്യയായി. അന്ന് ടൈപ്പ് ചെയ്യുക, 30 ഒന്ന് ടൈപ്പ് ചെയ്യുക, എല്ലാവരും കറക്റ്റായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. നാളെ നിങ്ങൾക്കൊരു ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് 30,000 ടോട്ടൽ ഫീസ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ആ 30,000 എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യുമ്പോൾ ആകെ നിങ്ങൾ തരേണ്ട 1,000 റുപ്യ മാത്രമേ ഉള്ളൂ. 1,000 റുപ്യ എത്ര പേർക്ക് അടക്കാൻ പറ്റും? ഞാൻ ഒന്ന് ആയിന്ന് ടൈപ്പ് ചെയ്യാം. എത്ര പേർക്ക് 1,000 റുപ്യ അടക്കാൻ പറ്റും? നിങ്ങൾ ജീവിതമാണ് ഇവിടെ മാറുന്നത് കേട്ടോ. നിങ്ങൾ ഇതുകൊണ്ട് നിങ്ങൾ കോടീശ്വരനാവുന്നോ മില്യണർ ആവുന്നോ ഒരു തരത്തിലുള്ള വാഗ്ദാനം ഞങ്ങൾ തരില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള തെറ്റായിട്ടുള്ള വാഗ്ദാനം തരില്ല. പക്ഷെ ഞങ്ങൾ ഒന്ന് പറഞ്ഞുതരാം. എല്ലാ ആഴ്ചയിലും ഞങ്ങൾ സെഷൻസ് പങ്കെടുക്കുകയാണെങ്കിൽ, എല്ലാ ആഴ്ചയിലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ മാറിയിട്ടുണ്ടാവും 100% ഗ്യാരണ്ടിയാണ്. ഒന്ന് 100 ടൈപ്പ് ചെയ്യാം. നിങ്ങൾ മാറിയിട്ടുണ്ടാവും, 100% നിങ്ങൾ മാറിയിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ, നിങ്ങളെ അറിവ് മാറിക്കഴിഞ്ഞാൽ, നിങ്ങളെ സ്കില്ല് മാറിക്കഴിഞ്ഞാൽ പിന്നെ പൈസ ഒക്കെ വരും, ഓട്ടോമാറ്റിക്കാണ്. നിങ്ങൾ മാറാൻ റെഡി ആയിരിക്കണം. ചിലവർക്ക് എന്താ പൈസ വേണം, പക്ഷെ മാറാൻ റെഡിയല്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകില്ല. നിങ്ങൾക്ക് ഒരിക്കലും ഒരു ചായ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ചായ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം കത്തിക്കണം. എത്ര പേര് അംഗീകരിക്കുന്നുണ്ട്? യു കാൺ ഗെറ്റ് എ കപ്പ് ഓഫ് കോഫി അൺടിൽ അതർവൈസ് യു ഹീറ്റ് ദ വെസൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. സ്റ്റൗ ഹീറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും ചായ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ ഈ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പണമല്ല എല്ലാം വരും, ഓട്ടോമാറ്റിക് എല്ലാം അട്രാക്റ്റ് ചെയ്യും. ഞാൻ ചെയ്യുന്നത് അത് തന്നെ. ഞാൻ എൻ്റെ സ്കില്ലാണ് ഞാൻ ഡെവലപ്പ് ചെയ്യുന്നത്. എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ആവശ്യമുള്ള പണം എനിക്ക് കിട്ടുന്നുണ്ട്. യു ഗോട്ട് ഇറ്റ്. സോ നിങ്ങൾ ആദ്യം ചെയ്യൽ, നിങ്ങൾ 1,000 റുപ്യ മാത്രം നിങ്ങൾ കെട്ടിയേക്കുക എന്നുള്ള, അത് നിങ്ങൾക്ക് ഇന്നും ചെയ്യാം. ഓക്കെ, ഇന്ന് മുതൽ ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത് അടുത്ത മാസത്തെ, അതായത് മെയ് മാസത്തെ അഡ്മിഷനാണ് ഇന്ന് മുതൽ തുടങ്ങാൻ പോകുന്നത്. ഒരു 1,000 റുപ്യ തരേണ്ട ആവശ്യമുള്ളൂ. 1,000 റുപ്യ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ചാനൽസും ഞങ്ങൾ തുറന്നു തരും. ഈ MMJ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ലിങ്കിൽ പോവാം, ഇപ്പം തന്നെ നിങ്ങൾക്ക് പോയിട്ട് കാണാം. ഓക്കെ, വേറൊന്നുമില്ല, നിങ്ങൾക്ക് പോയി ലിങ്കിൽ കാണാം, മറ്റുള്ള ക്ലാസ്സുകൾ എവിടെ നടക്കണമൊക്കെ കാണാം. നിങ്ങളുടെ ക്ലാസ് നടക്കൽ മെയിലായിരിക്കും. നിങ്ങളുടെ ക്ലാസ് തുടങ്ങാം. മെയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ 2 ക്ലാസ്, ഓക്കെ, 2 ആഴ്ച ഞങ്ങൾ വരുന്നത്. അടുത്ത മാസം 14-ാം തീയതി ആ ഡേറ്റ് കൊടുക്കുക. അത് ഏത് ദിവസം ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യം. 14-ാം തീയതി ഞങ്ങൾ ഇന്ന് കട്ട് ഓഫ് ഡേറ്റാണ്. ഇന്ന് ഏപ്രിലിലെ കട്ട് ഓഫ് ഡേറ്റ് ഇന്നാണ്. അപ്പോൾ അടുത്ത മാസം 14-ാം തീയതി 14,000 റുപ്യയാണ് അടക്കേണ്ടത്. എത്ര പേർക്ക് അത് മനസ്സിലായി? 14-ാം തീയതി 14,000 റുപ്യ. എത്ര പേർക്ക് അത് മനസ്സിലായി? അതായത് അപ്പോൾ നിങ്ങൾ 2 ആഴ്ച പഠിച്ചിട്ടുണ്ടാവും, അതിൻ്റെ കൂടുതൽ നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നുണ്ടാവും. എത്ര പേർക്ക് മനസ്സിലായി? GI എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, 30,000 റുപ്യൻ്റെ ഫീസാണ് ഞാൻ പറഞ്ഞത്. 1,000 റുപ്യ ഇന്ന്, 14,000 റുപ്യ അടുത്ത മാസം 14-ാം തീയതി, പിന്നെയുള്ള 15,000 റുപ്യ 6 മാസങ്ങൾക്ക് ശേഷം തന്നാൽ മതി. എത്ര പേർക്ക് അത് മനസ്സിലായി? 3 ഇൻസ്റ്റാൾമെൻറ്റാ, 1,000, 14,000, 15,000. 6 മാസത്തിന് ശേഷം നിങ്ങൾ തന്നാൽ ടോട്ടൽ നിങ്ങൾ ഒരു വർഷത്തിൽ 30,000. ആ 30,000 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതം മാറിയാണ്. എൻ്റെ ജീവിതം മാറാൻ ഞാൻ നിങ്ങൾക്ക്
എന്താണ് ടെഡ് ടോക്ക് അല്ലല്ലോ, ജോഷ് ടോക്ക് എന്ന് പറഞ്ഞതിൽ പോയിട്ട് എൻ്റെ പേര് നോക്കിയാൽ മതി. ജോഷ് ടോക്കിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ ജീവിതം തുടങ്ങിയത് വെറും 250 റുപ്യ ആയിട്ടാണ്. ഒരു വാച്ച് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, ഒരു സീക്കോ 5 വാച്ച് ഉണ്ട്, എൻ്റെ ഡാഡി പ്രസൻറ്റ് ചെയ്ത വാച്ച്. ആ വാച്ച് തിരൂർക്കാരനാണ് ഞാൻ. തിരൂരുള്ള എന്താ ഗൾഫ് മാർക്കറ്റ് ഉണ്ട്, വളരെ അറിയപ്പെടുന്ന മാർക്കറ്റ്, അവിടെ കൊണ്ടുപോയിട്ട് 250 റുപ്യക്ക് വിറ്റിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങിയത്. അവിടെ നിന്നാണ് ഞാൻ ഇൻസ്ട്രക്ടർ ആയത്, ട്രെയിനർ ആയത്. 48 രാഷ്ട്രങ്ങളിൽ പോയിട്ട് ക്ലാസ് എടുത്ത വ്യക്തിയാണ് ഞാൻ. ഇന്ന് എനിക്ക് 139 രാഷ്ട്രങ്ങളിൽ ഇന്നും എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം എനിക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കഴിഞ്ഞ 40 വർഷങ്ങളായി ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ലീഡർഷിപ്പും, വ്യത്യസ്ത ഏരിയയിൽ ലീഡർഷിപ്പ്. പൈലറ്റ്സിനെ ട്രെയിൻ ചെയ്ത ആളാണ് ഞാൻ. 10,000-കണക്കിന് ക്യാബിൻ ക്രൂ, 1000-കണക്കിന് പൈലറ്റ്സിനെ ട്രെയിൻ ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത്. എത്ര പേർക്ക് ഇത് മനസ്സിലായി? ക്രിസ്റ്റൽ ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യാം, ക്രിസ്റ്റൽ ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങളെ ലീഡർഷിപ്പ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് തരും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഞങ്ങളൊപ്പം ഉണ്ടെങ്കിൽ, നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്, വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ, നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നാണ് അടുത്ത ചോദ്യം ഉണ്ടാവില്ല. തീർച്ചയായും സർട്ടിഫിക്കറ്റ് കിട്ടും. ഒരു വർഷം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് വെറുതെ വന്നിട്ട് 30,000 റുപ്യ തന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് സെൻസായിൻ്റെ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് തരാൻ പോകുന്നില്ല. മനസ്സിലാക്കുക, ശരിക്കും മനസ്സിലാക്കുക. നിങ്ങൾ അറ്റൻഡൻസ് എടുത്തിട്ടുണ്ടാവും, നിങ്ങൾ ആ ഓരോ ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടാവും. ഓക്കെ, അറ്റൻഡൻസ് എന്ന് വെച്ചാൽ നിങ്ങൾ വന്നിട്ട് ഗാലറിയിൽ ഇരുന്നിട്ട് കളി കാണുന്ന ഒരു വ്യക്തി ആവരുത്, നിങ്ങൾ പങ്കെടുക്കുന്ന ഒരു വ്യക്തി ആവണം. എങ്കിൽ മാത്രമേ ലീഡർഷിപ്പ് വളരുള്ളൂ. അങ്ങനെ പങ്കെടുക്കുകയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊക്കെ റെക്കോർഡ് നിങ്ങളെ ഫെസിലിറ്റേറ്റർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരു വർഷം കഴിഞ്ഞ് ഞങ്ങൾ നോക്കും ശരിക്കും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ, എൻഗേജ് ചെയ്തിട്ടുണ്ടോ, എങ്കിൽ മാത്രമേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. എത്ര പേർക്ക് അത് മനസ്സിലായി? CC എന്ന് ടൈപ്പ് ചെയ്യാം. സർട്ടിഫിക്കറ്റ് കിട്ടും, കിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞു, കിട്ടും. പക്ഷേ അർഹത ഉള്ളവർക്ക് ഞങ്ങൾ കൊടുക്കുള്ളൂ. അല്ലാതെ വെറുതെ വന്നിട്ട് നിങ്ങളെ പൈസ ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ഗ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തരാം. ഇനിയുള്ള ഒരു കാര്യം, നിങ്ങൾ 14 ദിവസം, ഇപ്പം ഇന്ന് 1000 റുപ്യ അടച്ചിട്ട് 14 ദിവസം 14-ാം തീയതി വരെ നിങ്ങൾ ഞങ്ങളെ ക്ലാസ്സുകളൊക്കെ പങ്കെടുക്കാം. 14-ാം തീയതി നിങ്ങൾ ക്ലാസ് പങ്കെടുത്തോളൂ. ഞങ്ങൾ പറഞ്ഞ് നിർത്തുന്നില്ല. നിങ്ങളെ ക്ലാസ് 1-ാം തീയതി ഒക്കെ തുടങ്ങുള്ളൂ. അടുത്ത മാസം 1-ാം തീയതി ഒക്കെ തുടങ്ങും നിങ്ങളെ ക്ലാസ് തുടങ്ങുള്ളൂ. പക്ഷേ മറ്റ് ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് എന്നാണ് ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അങ്ങോട്ട് ജോയിൻ ചെയ്ത് അതൊക്കെ പോയി നിങ്ങൾ ക്ലാസ്സിൽ പങ്കെടുക്കുക. 14-ാം തീയതി നിങ്ങൾ വന്ന് പറയണം 2 കാര്യം. എനിക്ക് ക്ലാസ് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്ക് എൻ്റെ 1000 റുപ്യ തിരിച്ചു തരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ 1000 റുപ്യ അതേപോലെ തിരിച്ചു തരും. നിങ്ങളുടെ ഒരു ചോദ്യം ഞങ്ങൾ ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്താണ് നിങ്ങൾ അടിച്ചിട്ടുള്ളത് ഞങ്ങൾ തിരിച്ചു തരും. എത്ര പേർക്ക് അത് മനസ്സിലായി? ഗോട്ട് ഇറ്റ് ജി എന്ന് ടൈപ്പ് ചെയ്യാം. 14-ാം തീയതി വരെ എത്ര ക്ലാസ് ഉണ്ടെങ്കിൽ പങ്കെടുത്തോളൂ. ഏത് ക്ലാസ്സിന് വേണമെങ്കിൽ പങ്കെടുത്തു. ഒരു ചോദ്യമല്ല. 14-ാം തീയതി നിങ്ങൾ പറയാണ് എനിക്ക് 14,000 റുപ്യ എനിക്ക് അടക്കാൻ വയ്യ, എനിക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ 1000 റുപ്യ അങ്ങ് തിരിച്ചു തരും. അത്രയ്ക്കും ഗ്യാരണ്ടിയാണ്. മനസ്സിലായില്ലേ? ഇനിയുള്ളത്, ചിലർ ചോദിക്കും എൻ്റെ ക്ലാസ് ഉണ്ടാവില്ല. മാസ്റ്റർ മൈൻഡ്സ് നടക്കുമ്പം 21 സ്ഥലത്ത് എനിക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ലല്ലോ. പക്ഷെ എവിടൊക്കെ സൗകര്യമുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാസ്റ്റർ മൈൻഡിൽ, അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ടാവും. 5 മിനിറ്റെങ്കിൽ ഞാൻ എല്ലാ മാസ്റ്റർ മൈൻഡ്സിൽ പോയിട്ട് ഞാൻ എൻ്റെ മുഖം കാണിക്കും, ഞാൻ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഞാൻ എടുക്കുകയും ചെയ്യും. അപ്പം ഞാൻ ഉണ്ടായിരിക്കും. അതുകൂടാതെ തന്നെ എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച ദിവസങ്ങളിൽ 9 മണി മുതൽ 10:15 വരെ ഞാൻ ഓൺലൈൻ, ഇതേപോലെ ഓൺലൈൻ ഉണ്ടാവും. ഒരുപാട് ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾക്കുള്ള കോച്ചിങ് ഞാൻ ഓൺലൈനിൽ, അതാണ് നിങ്ങൾ യൂട്യൂബിൽ കാണുന്നത്. എല്ലാ ഞായറാഴ്ച. എത്ര പേര് യൂട്യൂബിൽ കാണലുണ്ട് എൻ്റെ പ്രോഗ്രാം? എത്ര പേരുണ്ട്? അതിന് ടൈപ്പ് ചെയ്യാം. അത് നടക്കുന്നത് യഥാർത്ഥത്തിൽ സൺഡേസിലാണ്. സൺഡേസ് 9 മണി മുതൽ 10:15 വരെ ഞാൻ അവർക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുക. ആർക്ക് വേണം ചോദ്യങ്ങൾ ചോദിക്കാം. എനിക്ക് അറിയും കൂടെ ഇല്ല, അറിയാത്ത ആൾക്കാർ, അതായത് നമ്മളെ മെമ്പേഴ്സ് അല്ലാത്ത ആൾക്കാർക്ക് വേണം ചോദ്യങ്ങൾ ചോദിക്കാം. അതിനൊന്നും ഒരു റിസ്ട്രിക്ഷൻ. എത്രത്തോളം നമുക്ക് സഹായിക്കാൻ പറ്റും, സൊസൈറ്റിനെ സഹായിക്കാൻ പറ്റും, അത് ചെയ്യാൻ ഉദ്ദേശത്തോടെ ആ ഒരു ലീഡർഷിപ്പിലാണ് ഞാൻ വർക്കൗട്ട് ചെയ്യണത്. മനസ്സിലായില്ലേ? അപ്പം അതുണ്ട്. പിന്നെ ചിലർ ചോദിക്കും എനിക്ക് 1-on-1 കിട്ടും. അത് ചാർജബിളാണ്. ആർക്കെങ്കിലും എൻ്റെ നേരിട്ടിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അത് ചാർജബിൾ. അത് പിന്നീട് നമുക്ക് അതിനെപ്പറ്റി പറയാം. ഇനി ഇതിനെപ്പറ്റി വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങളുടെ അൺമ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ യു ക്യാൻ ആസ്ക് മീ ക്വസ്റ്റ്യൻസ്. ഹലോ സർ. പറഞ്ഞു. നമുക്ക് അറിവുകൾ ഒരുപാട് ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് കിട്ടുന്നുണ്ട്. മടി ചില സമയത്തൊക്കെ നല്ലോണം മടി കാര്യങ്ങളൊക്കെ അതൊക്കെ മാറ്റിയെടുക്കാനുള്ള പരിശീലനങ്ങളൊക്കെ ഉണ്ടായിരിക്കോ? അതൊന്നും ഉണ്ടാവില്ല. മടി നിങ്ങളാണ് മാറ്റേണ്ടത്. ഞങ്ങൾ പറയും ഇങ്ങനെ ക്ലാസ്സുകളുടെ വരണം. നിങ്ങൾ ഒരു ലീഡർ മടിച്ചെന്ന് ഞാൻ പിന്നെ നടക്കാൻ പറ്റില്ല. ഇവിടെ ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പിൽ ഒരിക്കലും സ്പൂൺ ഫീഡിങ് ഇല്ല. അത് മനസ്സിലാക്കുക. ഞങ്ങൾ സിസ്റ്റം അങ്ങനെയാണ്. സ്പൂൺ ഫീഡിങ് വെച്ചാൽ മക്കളെ കഴിച്ചോ എന്ന് പറഞ്ഞാൽ ആ പരിപാടി ഇല്ല ഇവിടെ. ഇതാണ്
ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ചെയ്യുക. അല്ല മടിയുള്ള ഒരാൾക്ക് ലീഡർ ആവാൻ പറ്റില്ല. അപ്പം നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഞാൻ ലീഡർ ആവണോ അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങണോ, മടി പിടിച്ച ഒരാളായി മാറണോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. മനസ്സിലായില്ലേ? അതിൻ്റെ ടെക്നിക്സ് ഒക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരും. ഓക്കെ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ടെക്നിക്സ് വേണം നമ്മൾ പഠിപ്പിച്ചു തരും. ഓക്കെ, വാട്ട് ആർ ദ സ്റ്റെപ്സ് ദാറ്റ് യു ഹാവ് ടു ടേക്ക്, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അത് പഠിപ്പിച്ചു തരും. അത് കൂടാതെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്ടിവിറ്റീസ് അതിന് കോട്ട് ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഡിസ്കഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണും ഒരുപാട് ആൾക്കാർ ഞാൻ ഇറക്കണ ഓരോ ദിവസം എൻ്റെ കോട്ടുണ്ട്. ഞാൻ ബുക്സ് തന്നെ എഴുതിയിട്ടുണ്ട്, കോട്ടിനെ കുറിച്ചുള്ള ബുക്സൊക്കെ എഴുതി. ഞാൻ 3 ബുക്ക് കോട്ടിനെ കുറിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. ഓരോ ദിവസം ഓരോ കോട്ട് വരും, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കണം നിങ്ങൾക്ക് കാണാം. ഒരിക്കലും അങ്ങനത്തെ ആൾക്കാർ മടിയന്മാരല്ല, അവർ ശരിക്കും എഫേർട്ട് എടുത്തില്ല. അപ്പം നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങൾ എന്തിനാണ് മടിച്ച് നിൽക്കുന്നത്, പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് നിങ്ങൾ വരാം. ഓക്കെ, പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ സ്പൂൺ ഫീഡ് ചെയ്തിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യില്ല, കാരണം ഇത് ലീഡർഷിപ്പ് പ്രോഗ്രാമാണ്. സോ എവ്രി വൺ ഹാസ് ടു ബി ദേർ. സാറിന്റെ ഒരു കോഴ്സ് എന്റെ ശ്രദ്ധയിൽ പെട്ട് എനിക്ക് മനസ്സിൽ എപ്പോഴും വരാറുണ്ട്. അതായത് ആക്ഷൻ എടുത്താൽ കൂടുതൽ ആത്മവിശ്വാസം, കോൺഫിഡൻസ് ഉണ്ടാകും. അങ്ങനെ ഒരു കോട്ട് ഉണ്ടല്ലോ. എന്റെ കൂട്ട് എനിക്ക് തന്നെ നിങ്ങൾ ആക്ഷൻ എടുത്താൽ മടിയൊക്കെ മാറിയിട്ട് കോൺഫിഡൻസ് കൂടും. അപ്പൊ കൂടുതൽ ആക്ഷൻ എടുക്കാനുള്ള ഒരു ഊർജ്ജം കിട്ടുന്നത്. അത് എനിക്ക് ഇങ്ങനെ ഓർമ്മ വരും. അപ്പൊ എനിക്കൊരു ഷെയർ കിട്ടാറുണ്ട്. താങ്ക് യു വെരി മച്ച്, താങ്ക്സ് എ ലോട്ട്. അപ്പൊ തീർച്ചയായിട്ടും വരിക. ഇതില് ലീപ്പിലെ മെമ്പർ ആണോ നിങ്ങള്? ലീപ്പ് ഇപ്പൊ എന്നോട് ചോദിച്ച ആള് ലീപ്പിന്റെ മെമ്പർ ആണോ ഇപ്പൊ നിങ്ങള്? ഗ്രൂപ്പിലുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. അപ്പൊ ഇതില് ജോയിൻ ചെയ്യാം. പക്ഷെ ഞാൻ ഒരു മാസത്തിന് വേണ്ടി അങ്ങനെ വരുന്ന ആൾക്കാർ വരാതിരിക്കാൻ നല്ലത്. അങ്ങനത്തെ ആൾക്കാർ ഞാൻ എടുക്കാറില്ല. ചിലർ പറയും ഞാൻ ഒരു മാസം വന്നിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ ആൾക്കാർ ഞാൻ എടുക്കാറില്ല. കാരണം അവരുടെ മൈൻഡ് സെറ്റ് ഓട്ടോമാറ്റിക്കലി ലിമിറ്റഡ് ആയി. എത്ര പേർക്ക് അത് മനസ്സിലായി? ലിമിറ്റഡ് മൈൻഡ് സെറ്റിൽ ഒരാൾക്ക് ലീഡർ ആകാൻ പറ്റില്ല. അപ്പോൾ ചിലർ അന്നലെ ഒരു കേസ് ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ലണ്ടനിൽ നിന്ന് ആൾ പറഞ്ഞത് ഐ കം ആൻഡ് സീ ഫോർ 1 month എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോണ്ട് കം. എത്ര മനസ്സിലായി? എല്ലിന് ടൈപ്പ് ചെയ്യാം, ലിമിറ്റഡ്. ഈ ലേഡീസ് ഓൺലി ഗ്രൂപ്പ് ഉണ്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ലേഡീസ് ഓൺലി ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കിയാൽ ആവശ്യമുള്ളവർ ഉണ്ടാക്കാം. പക്ഷേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റട്ടോ ലേഡീസ് ഓൺലി ഗ്രൂപ്പ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരും ചോദിച്ചിട്ടുണ്ട് ലേഡീസ് ഓൺലി ഗ്രൂപ്പ് വേണം. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അതിനൊക്കെ സൗകര്യം ഞാൻ ചെയ്തു തരും. പക്ഷേ നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല എല്ലാ ലേഡീസിനും ഒരേ ടൈമിന് വരാൻ പറ്റും, ഒരേ ഭാഷയിൽ വരാൻ പറ്റും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു മാസം വന്ന് നോക്കട്ടെ എന്നുള്ള ചിന്താഗതിയായിട്ട് വരരുത്. ഞാൻ ഒരു വർഷം വരുന്ന ചിന്താഗതിയോട് കൂടി വന്നിട്ട് ഒരു മാസത്തിന് ശേഷം നിങ്ങൾക്ക് നിർത്താം. എത്ര പേർക്ക് അത് മനസ്സിലായി? ക്രിസ്റ്റൽ ക്ലിയർ ആൾക്കാർ ഒരു വർഷത്തിന് ഞാൻ വരട്ടെ, എന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നിർത്തുന്നത് വേറെ കാര്യമുണ്ട്. അല്ലാതെ ഞാൻ ഒരു മാസം വന്ന് നോക്കട്ടെ എന്ന് പറയുമ്പം ആൾ ലിമിറ്റഡ് മൈൻഡ് സെറ്റ്. അങ്ങനത്തെ ആൾക്കാർ എടുക്കാൻ തന്നെ എനിക്ക് താല്പര്യമില്ല. അത് എത്ര വലിയ ആളായിക്കോട്ടെ ഞാൻ എടുക്കില്ല. ഞാൻ ഇന്നലെ നോ എന്ന് പറഞ്ഞു. അത് ഏതോ ഡോക്ടറെ എനിക്കറിയില്ല, അദ്ദേഹം ഇവിടെ പങ്കെടുക്കണമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. ഐ സെഡ് ഡോണ്ട് കം ബിക്കോസ് വി ആർ വെരി സ്ട്രിക്റ്റ് ആൻഡ് വെരി സ്ട്രേറ്റ് ഫോർവേഡ്. ഞങ്ങൾ ഒരിക്കലും ഈ ഷുഗർ കോട്ടിംഗ് ഒന്നുമില്ല. വി ഡോണ്ട് ഡു ദാറ്റ്. വി ആർ സ്ട്രേറ്റ് ഫോർവേഡ്. എനി ക്വസ്റ്റ്യൻസ്? Sensei, just I want to ask you one thing. You said that we can go and join back any of the YouTube classes that has been happening. The issue is that maybe I'm in class 1 and when I went back to join the class, it might be having lesson 3 or something where I am in lesson 1. How could we in line with that? Because when you talk about leadership is everything. Okay, you don't have to go and because it's a conversation which is happening there. It's not a class. It's a conversation, and definitely 100% sure when you go and sit into that class, whether you are in class number 1 and you're listening to class number 21 or to class number 48, doesn't matter, because when you listen to that, you will start connecting that with your life, won't you? Oh, sure. That's it. Okay, so we are talking about life here. We're talking about life. We're not talking about science. Yeah, what I thought was because it might be going back as the lessons and classes, so it's not like that. It's a discussion where we can get back from whatever they have already studied back to the guy who is new to that. Absolutely, because whatever you're going to learn here, you have experienced that in your life outside the classroom. Okay, that will be good. That's good. Okay. Thank you. You're most welcome. Anybody else? Anyone? സർ, Yes, please. സർ, നമ്മള് ഇപ്പോ ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തോണ്ടേ നമുക്ക് ഒരു സ്റ്റേജ് ഫിയർ ഒക്കെ ഉള്ള കൂട്ടത്തിലാണ് ചെറുതായിട്ട്. അപ്പൊ നമ്മളൊരു ലീഡർഷിപ്പ് നമ്മൾ കുറച്ച് ആൾക്കാരനെ നമ്മൾ സംസാരിക്കുമ്പോൾ, അതായത് ഇനി ഓഫ്ലൈനിന്ന്
ഓഫ്ലൈൻ ആയിട്ട് പോകുമ്പോൾ, അതായത് നമ്മൾ സ്റ്റേജിൽ കുറച്ച് ആൾക്കാർ സംസാരിക്കുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുമോ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട്? ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങൾ മീറ്റിംഗ് ഒക്കെ നടത്തുമ്പോൾ കോൺഫിഡൻറ്റോട് സംസാരിക്കാൻ പറ്റും, ഇൻ്റർവ്യൂസിനൊക്കെ പങ്കെടുക്കും, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും, നിങ്ങൾക്ക് കോണ്ടന്റ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് കിട്ടും. മനസ്സിലാവണ്ട, കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് കിട്ടും. കാരണം ഒരുപാട് കേസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇൻ്റർവ്യൂസിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ, അവർ ശരിക്കും തോറ്റുള്ള ആൾക്കാർ പിന്നീട് അവർ ബ്രേക്ക് ത്രൂ ചെയ്ത് പോയ ആൾക്കാർ ഒരുപാടുണ്ട്. ഓക്കെ, ഇൻ്റർവ്യൂ പാനലിലെ ആൾക്കാർ ഈ ഒരു ഇൻ്റർവ്യൂ സ്റ്റൈൽ കണ്ടിട്ട് വന്നിട്ട് ഞങ്ങൾ ഇത് പങ്കെടുത്തിട്ടുണ്ട്. വൈ? ബിക്കോസ് അവരുടെ സ്റ്റൈൽ മാറും. ബിക്കോസ് നിങ്ങൾ ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾ വീക്ക് നമ്പർ 1 മുതൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങും. യു ഗോട്ട് ഇറ്റ്. അത് വിചാരിച്ചിട്ട് നിങ്ങൾ പ്രസൻറ്റേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ ഫെസിലിറ്റേറ്റർ എന്നുള്ള ആ പൊസിഷനൊക്കെ വന്നിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഏരിയ നിങ്ങൾ വളരും. നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ വളരും. ഞങ്ങൾ ഒരു ഇൻസ്ട്രക്ടർ സഫ മജീദാണ് ഇത് പ്രസൻറ്റേഷൻ സ്കിൽസ് എടുക്കുന്നത്. അതേപോലെ മറ്റൊന്നുള്ളത് ഫാത്തിമ മിഹ്ന. എത്ര പേര് കേട്ടിട്ടുണ്ട് ഫാത്തിമ മിഹ്ന? മില്യൺസ് ഓഫ് ഫോളോവേഴ്സും ഒക്കെ ഉള്ള അതൊക്കെ ഞങ്ങൾ സ്റ്റുഡൻസാണ്. ഒക്കെ ഇവിടുന്ന് പോയ കുട്ടികളാണ്. Okay, sir. Thank you. You're most welcome. Anybody else? സെൻസായി Yes, please. ഈ ക്ലാസ് ഇപ്പൊ നമ്മൾ അറ്റൻഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഓൺലൈനിന് ശേഷം ഇപ്പൊ എപ്പോഴെങ്കിലും നേരിട്ട് കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ ഓഫ്ലൈനിൽ കൂടെ? നല്ല ചോദ്യം. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. 98% പറയാം. 98% എൻ്റെ സ്റ്റുഡൻസ് എന്നെ കണ്ടിട്ടില്ല. റിയാസ് ഹക്കീമിനെ അറിയോ? കാണാറുണ്ട് വീഡിയോ. റിയാസ് ഹക്കീം എൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ട് കുറെ കാലം. റിയാസ് എന്നെ കാണാൻ തുടങ്ങിയ ഏകദേശം ഒരു 6 മാസം മുമ്പാ. നേരിട്ട് കണ്ട് 6 മാസം മുമ്പാ. പക്ഷേ ഇപ്പം ഞങ്ങൾ ഉദ്ദേശിക്കേണ്ടത് വർഷത്തിൽ 1-2 പ്രാവശ്യം ഞങ്ങൾ എവിടെയെങ്കിലും ഓപ്പൺ ആയിട്ട് വെച്ചിട്ട് എല്ലാവരും വരാനുള്ള സൗകര്യം. ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുള്ളൂ ഓഫ്ലൈനിൽ വരാം. അത് ക്ലാസ് ആയിട്ടല്ല, അവിടെ ഡിസ്കഷൻസ് ആയിരിക്കും. ഡിസ്കഷനിൽ കൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുക. ലീഡർഷിപ്പിന് അതാണ്, ക്ലാസ് അല്ല. ക്ലാസ്സൊക്കെ നമ്മൾ എടുത്തിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ എന്താ ചെയ്യുക, ഒരുപാട് നമ്മൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അതിൽ കൂടെയാണ് ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യുക. ശരിയല്ലേ? അതാ ഉദ്ദേശിച്ചത്. നമുക്കപ്പോ ഇത് കഴിഞ്ഞ ശേഷം ക്ലാസ് അല്ല, അത് ഇതിൻ്റെ ഒരു ഭാഗമല്ല. പക്ഷെ അത് എന്തായാലും ഞാൻ ഉദ്ദേശിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് അവർ വ്യത്യസ്ത വയനാട് പോലത്തെ സ്ഥലങ്ങളിൽ പോയിട്ട് അവർ ഒരു ക്യാമ്പ് ഫയറൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു സിസ്റ്റം ചെയ്യേണ്ട. അപ്പോൾ എനിക്ക് നോക്കണം എങ്ങനെ ചെയ്യാൻ പറ്റാന്നുള്ളത്. സോ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ ചെയ്യാനുള്ള പ്ലാൻ എനിക്കുണ്ട്. പക്ഷേ ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് ലീപ്. പക്ഷെ എന്തായാലും അത് ചെയ്യും. എനിക്കറിയാം തീർച്ചയായും അത് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ വരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ കാണാനും ഫേസ് ടു ഫേസ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുണ്ടായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഭാഗമല്ല, പക്ഷെ അതെന്തായാലും പൈപ്പ് ലൈനിലുണ്ട്. You must welcome. Hi, Sense. Yes, please. ഞാൻ ജസ്റ്റ് ഒരു സംഗതി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വോയിസിൽ വന്നത്. ഇത് അൻവറിന്റെ വോയിസ് പോലെ ഉണ്ടല്ലോ. അൻവറിന്റെ വോയിസ് പോലെ ഉണ്ട്. അൻവറാണോ? അതെ, അൻവറാണ്. നിങ്ങളുടെ വോയിസ് സ്പെസിഫിക് ആണ്. ഓക്കെ, പറഞ്ഞു. ഒരു കാര്യം, അൻവർ എല്ലാവരും അറിയാത്തൊരു അൻവർ ഈ ഒരു മാസത്തെ ബാച്ച് അല്ലേ? അതെ. ഓക്കെ, പറഞ്ഞോളൂ. ഞാന് നമ്മള് സ്പോർട്സ് ചാലഞ്ച് ഉണ്ടല്ലോ, അതിപ്പോ ഏകദേശം ഇപ്പോ ഇന്നത്തേക്ക് 48 ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, നമ്മുടെ രാവിലെ തന്നെ ആ കോട്ട് ചാലഞ്ച് നമ്മുടെ കോർട്ട് വന്നാല് പല ആളുകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള കോർട്ടിൽ ഒതുങ്ങിക്കൊണ്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കും എപ്പോഴും നന്നാവാം. അതിന്റെ അടുക്ക് ഓരോരുത്തര് അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങള്, ടോപ്പിക്സുകള് എടുത്ത് അതിലേക്ക് വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് പിന്നെ എന്താവൂല, ചർച്ചയിൽ തന്നെ ഉണ്ടാവില്ല. വേറെ ഏതെങ്കിലും ആയിട്ട് ചർച്ച പിന്നെ വരിക. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ ക്ലാസിന്റെ അപ്ഡേഷനുകൾ, ഇതിന്റെ എല്ലാം. അപ്പം നമ്മൾ ഡെയിലി ഒരു കോഴ്സ് വന്നാൽ ആ കോഴ്സിൽ ഇപ്പൊ ഒരു 100 ആള് അതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100 അറിവുകൾ എക്സ്ട്രാ കിട്ടാണ്. അത് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. എന്താ വെച്ചാല് അതിൻ്റെ അപ്പം നമ്മളെ കോഴ്സിന്റെ ഇതന്നെ ഈ കോഴ്സ് വന്നു കഴിഞ്ഞാൽ അത് നമ്മള് ഈ ആഡ് വരുന്നത്, അതായത് നമ്മൾ ഓരോ കോഴ്സിന്റെ ആഡ് വരുന്നത് കാരണത്താൽ ഈ കോഴ്സ് ഹൈഡായി പോവാണ്. ഇത് പിന്നെ അത് എല്ലാവർക്കും മോളിലേക്ക് എന്താക്കേണ്ടി വരും, സ്ക്രോൾ ചെയ്തിട്ട് എടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പം ആഡ് വരാണെങ്കിൽ ഈ കോഴ്സിന്റെ ചാലഞ്ച് ഒരു 5-6 മണിക്കൂർ നമ്മളെ ഇതിൽ തന്നെ ഉണ്ടാവണം, ലൈവായിട്ട് ഉണ്ടാവണം. എന്നാലും നമുക്ക് ഡിസ്കഷൻസ് അതിലുണ്ടാവുള്ളൂ. കോൺസെൻട്രേഷൻ ഡിസ്കഷൻ നടക്കണമെങ്കിൽ അത് വേണം.
തീർച്ചയായിട്ടും ഒരു വിഷയം കടന്നു വന്നാൽ പിന്നെ നമ്മൾ കോഴ്സിനെ കുറിച്ച് ചർച്ചയില്ല, പിന്നെ മറ്റുള്ള വിഷയത്തിനായിരിക്കും ചർച്ച വരിക. അതിന് നല്ലൊരു വഴിയുണ്ട്. ഇപ്പൊ നമ്മള് ഇത് പറഞ്ഞല്ലോ MMJ എന്ന് പറയും. ഇപ്പൊ മൂന്ന് വാട്സപ്പ് ഗ്രൂപ്പുള്ളത്. ഒന്ന് MMJ എന്നുള്ള ഗ്രൂപ്പ്, ഒന്ന് MMD എന്നുള്ള ഗ്രൂപ്പ്, ഒന്ന് MMA എന്നുള്ള ഗ്രൂപ്പ്, അല്ലേ? 3 ഗ്രൂപ്പ്. അത് 4ാമത്തെ ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ മതി. ഏത് കോഴ്സിന് വേണ്ടി മാത്രം അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ അത് സോൾവ് ചെയ്യാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള മാർഗം. അവിടെ എന്ന് വെച്ചാൽ ഓവർലാപ്പിംഗ് വരില്ല. ആ ഒരു ദിവസത്തെ ചാലഞ്ചിനെ കുറിച്ചായിരിക്കും സംസാരിക്കണ്ടാവുക. ഡീപ്പായിട്ട് എല്ലാവരോടും നമുക്ക് പ്രോത്സാഹനം കൊടുക്കണം. എന്താ വെച്ചാല് ഓപ്പൺ ഡിസ്കഷനിലാണ് ഇത്. ഞാൻ ഇതിനെ ശരിക്കും ആസ്വദിക്കുകയാണ്. എന്താ വെച്ചാല് ഇത്രയും സ്റ്റുഡന്റ് ഉള്ള വലിയൊരു ക്ലാസ് റൂം ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പൊ ക്ലാസ് റൂമിൽ ഓപ്പൺ ഡിസ്കഷൻ ആണ്. അതെ, ഒരു ഡെയിലി ഒരു കോഴ്സ് വന്നാൽ ആ കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഓരോരുത്തരെയും തോട്ട്സുകൾ ഷെയർ ചെയ്യാണ്. ഞാൻ അതിൽ ശരിക്കും എൻജോയ് ചെയ്യാണ്. ഇന്ന് പോലും ഞാൻ ആ കോഴ്സിൽ ഞാൻ എന്റേതായിട്ടുള്ള ഇത് ഞാൻ അതിൽ നടത്തിയിട്ടുണ്ട്, അഭിപ്രായം നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഞാൻ ക്യാമറ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യാം. ഓക്കെ, കാണുന്നുണ്ടോ? ഇതൊക്കെ ലീഡർഷിപ്പ് ചാലഞ്ചസുകളാ. ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗം പോലും എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള ഇതൊക്കെ ചാലഞ്ചസ്, കാർഡ് ചാലഞ്ചസ്, ഇതിലൊക്കെ ഓരോരോ ചാലഞ്ചസ് ഉണ്ടാവും. ആ ചാലഞ്ച് അനുസരിച്ച് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലായില്ലേ? ക്യാമറ കുറെ ദൂരം. അത് കൂടാതെ ഇതൊന്നും ഞാൻ ഇവിടെ എടുത്തിട്ടില്ല, ആരും എടുത്തിട്ടുണ്ടാവില്ല. ഇത് ലീഡർഷിപ്പ് ഗെയിം എന്നുള്ള ചാലഞ്ചാ. ഇത് ജോൺസി മാക്സ്വെൽ ഇറക്കിയ സാധനം. അത് ഇതിനെ ഏകദേശം നല്ലൊരു പ്രൈസിന് തന്നെ ഞാൻ US പോയിട്ട് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഇതൊക്കെ നമുക്ക് വേറെ ഗ്രൂപ്പ്. എനിക്ക് നിങ്ങളോട് ഇപ്പം ഇതിൽ പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ലീഡർ അൻവറിനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. ഇപ്പൊ നിങ്ങൾ വന്നിട്ട് ഏകദേശം 1 മാസത്തോളമായി ഏപ്രിൽ ബാച്ചിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഇപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കിട്ടിയത് 3 ബെനിഫിറ്റ്സ് എന്താ? നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്നാ ആദ്യം ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ആദ്യം പറയാം, എന്നിട്ട് ഒന്ന് പറയാം. ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് 30 സെക്കൻഡ്സ് എടുക്കാൻ പാടുള്ളൂ. എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാല് ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് എന്റെ കരിയർ തുടങ്ങിയിട്ട് ഞാൻ ഇപ്പൊ എത്തി നിൽക്കുന്നത് സെയിൽസ് മാനേജർഷിപ്പ് അതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്തി നിൽക്കുന്നത് ഒരു കൺസ്ട്രക്ഷന്റെ ഫീൽഡിലാണ്, കോൺട്രാക്ടിങ് ഫീൽഡിലാണ്. അതിന്റെ കൂടെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും ഞാൻ ഇൻവോൾവ് ആണ്. ഈ ഒരു പ്രോഗ്രാം എങ്ങനെ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാല് ഒരുപാട് എനിക്ക് എന്തായിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പോ പറയാനല്ലോ, അതായത് നമ്മള് മറ്റേ ഇത് പറയില്ലേ, എന്ത് ബിഫോർ ക്രൈസ്റ്റ് ആഫ്റ്റർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ആ രീതിയിലാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ബിഫോർ ലീപ്പും ആഫ്റ്റർ ലീപ്പും എന്ന് പറഞ്ഞ ആ ഇതാണ് ശരിക്ക്. അതായത് ശരിക്കും ഒരു കുത്തഴിഞ്ഞ പോയില്ല. അതായത് ലൈഫിൽ തന്നെ എന്താ പറയാ, ഞാൻ ഇതിൽ ഫസ്റ്റിലെ ക്ലാസ്സിൽ തന്നെ ഞാൻ എന്റെ എയിം പറഞ്ഞിരുന്നു. ശരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊരു പുസ്തകത്തിന്റെ കെട്ടുപോയ പുസ്തകം എങ്ങനെയാണോ അതേപോലെയാണ് എനിക്ക് കെട്ടുറപ്പുള്ള ഒരു പുസ്തകമായി മാറണം. അതിനു വേണ്ടിയാണ് ഞാൻ ഫസ്റ്റിന്റെ എയിം. അത് എനിക്ക് മെല്ലെ എന്തായി വരുന്നുണ്ട്. ഞാൻ ബൈൻഡായി ഞാൻ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഷുവറാണ് ഇത് ഒരു വർഷം ഞാൻ ഇതിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഫുള്ളി ബൈൻഡപ്പ് ആവും എന്നുള്ള ഒരു സംഗതി എനിക്കുണ്ട്. Thank you so much. Thanks a lot. നിങ്ങൾ പറഞ്ഞതിന്. Is there any other question, anybody, newcomers അറിയാത്തൊരു? Then I'll take somebody who's already done the program. ആരെങ്കിലും പുതിയതായിട്ട് ആർക്കെങ്കിലും ഡൗട്ട്സ് വല്ല ഉണ്ടെങ്കിൽ? Yeah, since one more thing I want to just confirm. If me and my wife they take the course together at a time, we can do it together. No, everyone. Even today, there is one thing that I always follow. Don't be cheap in your journey to greatness. That's one single quote that I learned from my teacher. In the husband and wife, they are doing it differently, separately. Plus, there's another course they want to do. I said, don't do it together because you won't value that. Then a value on a kalpikanda. It's not about doing the course. You have to give the value for what you're learning. You got it. So I would definitely recommend do it separately. It's not about the money part of it, but that's when you start respecting it. That's the reason. This is what I want to say, that it's not a part of money. We'll be paying back together. Both of them will be paying paid members. The issue is that we can have a general discussion on how to do it. And I would rather suggest that you join in different groups. Not in the same group, different facilitator,
So what happens, because each and every facilitator would be having a different approach, a different style of communication, or the examples, and especially when you're having a discussion there, the people are coming from different backgrounds and they would be having different examples. So once they share their knowledge, and once you go and sit back home with your wife and you speak to her, then there would be a different discussion. So it will be a different vertical. You got me? So now you're growing vertically, you're growing rather than horizontally. If you both are sitting in the same group, having the same discussion, you're listening to the same instructor or facilitator, you go back home, there's nothing to talk about. Is that correct? Yeah, that's true. Yeah. So you always have to think from a leadership perspective. How can I widen my horizon and go forward? Something new. What is that something new that came in the discussion? And that's what I recommend. And most of the couples here, they are in different groups. I'll tell you. There are even couples who want to take one to take English, and other one to take Malayalam. I've seen that also. They said that I don't want to be with my wife, or I don't want to be with my husband because I want to learn something different, and then come back home and then discuss about it. And I love that. I love that. That's great. One more thing, all of this will be overlooked by you, right? We'll have an access for you to have a general discussion. Knock the door, Sensei is available. Okay, thank you. Thanks a lot. I don't have any other job. എനിക്ക് വേറെ പണിയില്ല. ആകെയുള്ള പണി ഇത് തന്നെ. ഈ ഒരു റൂമിൽ ഇരുന്നിട്ട് പണിയെടുക്കില്ല എൻ്റെ പണി. വേറൊരു പണിയില്ല എനിക്ക്. ഓക്കെ, I don't even travel very hardly. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്ത ആളാണ്. എന്താ പറയുക, ജംബോ പാസ്പോർട്ടുകളൊക്കെ ഇങ്ങനെ മാറ്റുന്ന ഒരു വ്യക്തിയാണ്. 2 ദിവസം ഫ്ലൈ ചെയ്തിട്ടില്ല. എൻ്റെ വൈഫിനോട് പറഞ്ഞു ഞാൻ ബോറടിച്ച്, നിലത്ത് ഇരുന്നിട്ട് ബോറടിച്ചെന്ന് പറഞ്ഞൊരു വ്യക്തി. ഇന്ന് ഞാൻ ട്രാവൽ ചെയ്യാൻ എനിക്ക് മടിക്കണ ആളാണ്. ബിക്കോസ് I'm done with it. I'm done with it. Now my whole intention is to change people's life. That's it. So എപ്പം വിളിച്ചാലും ഞാൻ ഉണ്ടാവും അവിടെ. Yeah, the only thing that connects between Sensei and me is that we both have Malayalis, but for me, എനിക്കും ഇത് issue ആണ്. Malayalam is my third language. Was my third language, in fact. I started ഞാൻ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയ. ഞാൻ അബദ്ധത്തിൽ ഒരു വീഡിയോ ചെയ്ത മലയാളത്തിൽ അതിന് ഏറ്റവും കൂടുതൽ ക്ലിക്ക് കിട്ടി. ഞാൻ വിചാരിച്ചു ഇനി ഞാൻ മാറണം. ജനങ്ങളനുസരിച്ച് ഞാൻ മാറണം. ഞാൻ ജനങ്ങളെ നോക്കിയിട്ട് മാറില്ല. ജനങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്. സോ അഗൈൻ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലീഡർഷിപ്പ്. നമ്മൾ സംസാരിക്കുമ്പോൾ ജനങ്ങൾക്ക് എന്താ ഇഷ്ടം, യു ഹാവ് ടു ടോക്ക് ഇൻ ദയർ ലാംഗ്വേജ്. So I came to know that I need to. ഇപ്പം എനിക്ക് വലിയൊരു പ്രശ്നമുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത US, UK, ഓസ്ട്രേലിയ അങ്ങനത്തെ ക്ലയൻസായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ആ ക്ലയൻസിനെ മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ക്ലയൻസിനെ മിസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഫോർ മൈ ഡെവലപ്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ടീം ഫ്രം സിംഗപ്പൂർ, അവരോട് ഞാൻ പറഞ്ഞു I just want to have a new channel, totally new different channel only for English. കാരണം എൻ്റെ ആ ഒരു ഫോക്കസ് പോകാൻ തുടങ്ങി. സോ ഐ വോണ്ട് ടു ഗോ ബാക്ക് ടു വേർ ഐ കെയിം ഫ്രം. ഐ വോണ്ട് ദാറ്റ് ആസ് വെൽ. മലയാളം ഞാൻ കൊണ്ടേ നടക്കും വിത്ത് ദിസ് ചാനൽ, ബട്ട് ഐ നീഡ് ടു ഹാവ് എ ഇംഗ്ലീഷ് ചാനൽ വേർ ഐ ഓൺലി അഡ്രസ് ഇംഗ്ലീഷ് കസ്റ്റമേഴ്സ്. So you can have both together. Yeah, that's true. So let me get joined back to your English channels. Sure. Thank you. Right. You're most welcome. Anybody else? Hi, sir. Hi. എന്നെ സാർ എന്നുള്ള വിളി. എൻ്റെ പേര് വിളിച്ചോ. എൻ്റെ പേര് സെൻസൈ എന്ന് എൻ്റെ പേര് വിളിച്ചോളൂ നിങ്ങൾ. എനിക്കിഷ്ടമാണ് എൻ്റെ പേര്. ഓക്കെ സർ, ബേസിക്കലി ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഞാൻ നീറ്റിനെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. നീറ്റിന് റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡന്റ് ആണ്. എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കുറേ മിസ്റ്റേക്സ് ഞാൻ വരുത്തിയിട്ടുണ്ട്. ലൈക്ക് ഇപ്പൊ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് കൂടുതൽ ക്വസ്റ്റ്യൻസ്. ഈ പ്രോഗ്രാമിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണോ അല്ല വേറെ ക്വസ്റ്റ്യൻ ആണോ? ഇതിനെ പറ്റിയിട്ടുള്ള ഈ ലീപ്പിന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിനെ പറ്റിയുള്ള ഓക്കെ ചോദിച്ചോളൂ. യെസ്. അപ്പൊ എനിക്ക് ആക്ച്വലി ഇതിൽ ജോയിൻ ആവണമെന്നുണ്ട്. ബിക്കോസ് എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് പബ്ലിക് സ്പീക്കിംഗ് ഇഷ്ടമാണ്, ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഇഷ്ടമാണ്. ആൻഡ് ബട്ട് ഞാൻ ഇപ്പൊ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ടും കൂടെ മാനേജ് ചെയ്യാനുള്ള ടൈം. നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യാൻ പാടില്ല. നിങ്ങളിത് ജോയിൻ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആദ്യം ഇപ്പം ജോയിൻ ചെയ്യും. നിങ്ങൾ ആദ്യം നീറ്റ് എക്സാം കംപ്ലീറ്റ് ചെയ്യുക. അതാണ് നിങ്ങളുടെ പ്രൊഫഷൻ. അത് കഴിഞ്ഞിട്ട് ചെയ്യാനാ? അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്താൽ മതി. ഇപ്പം ചെയ്യണം. ഓക്കെ, അതാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് എവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു പ്രസന്റേഷൻ ചെയ്യാൻ. ഞാൻ ആക്ച്വലി ഇപ്പം ജോയിൻ ചെയ്യാനോ ചോദിക്കാൻ റീസൺ എനിക്ക് ലൈക്ക് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ലൈഫിൽ. ലൈക്ക് എനിക്കിപ്പോ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് പോകാൻ പറ്റുന്നില്ല ആക്ച്വലി. Still I would say don't come for this.
Still, I would say Okay. don't come for this. You അവിടെ ആയിരിക്കും focus ആവേണ്ടത്. Complete But focus. inshallah, after Yeah, after ഞാൻ that you come, relax and come. yes, yes, Okay, yes. ഞാൻ relax. എന്തായാലും വരും. Sure. Okay. I wish you all the best in your studies. Thank you, sir. Yes, please. Next. മനസ്സായി Yeah, പറഞ്ഞോളൂ. ഒരു ഇപ്പൊ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്കിപ്പോ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഇപ്പൊ നമ്മള് താമസിക്കുന്ന ഏരിയയിൽ നമുക്കൊരു ഓഫീസ് ഇട്ടിട്ട് നമുക്കൊരു ജോബ് പ്രൊഫഷൻ പോലെ നമുക്ക് ലീഡർഷിപ്പ് കോഴ്സ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ആവരുത്. നിങ്ങൾ ഒന്നാമത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഫോക്കസ് ചെയ്ത് വരാൻ പാടില്ല. നമ്പർ 1. ലെറ്റ് മി ഫിനിഷ്. നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഫോക്കസ് ചെയ്ത് വരരുത്. നിങ്ങൾക്ക് വരുന്ന വെച്ചാൽ നിങ്ങൾ അറിവ് കൂട്ടാനായിട്ട് വരാം, നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാം. എന്നിട്ട് ഈ സ്കില്ല് നിങ്ങൾ എന്തോ പഠിക്കുന്നത് നിങ്ങൾക്ക് അത് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾക്കത് ഇംപ്ലിമെന്റ് ചെയ്യാം. അതിന് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, അതിന് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇതേപോലത്തെ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ലെഡ്ജ് അക്കാഡമി, ലീപ്പ് അക്കാഡമി, അതിന് വേറെ സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതല്ല. പക്ഷെ നിങ്ങൾക്ക് ഇത് മറ്റുള്ളവർക്ക് കോച്ചിങ് കൊടുക്കാൻ അങ്ങനത്തെ കുറേ കോച്ചസ് ഉണ്ട്. 100ഓളം കണക്കിന് കോച്ചസ് ഞങ്ങളുടെ കയ്യിൽ തന്നെ. ഓക്കെ, നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം, അതിന് യാതൊരു കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പക്ഷെ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്ന് പറഞ്ഞിട്ട് വരരുത് കേട്ടോ. അത് ഞങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. കാരണം അവിടെ സർട്ടിഫിക്കറ്റിനാണ് വില കൊടുക്കുന്നത്, നിങ്ങൾ സ്കില്ലിന്, നിങ്ങളുടെ ഡെവലപ്മെന്റ്, നിങ്ങളുടെ നോളജിന് വില കൊടുക്കണില്ല. ഇന്നോ അതല്ല, നിങ്ങൾ ഞാൻ ആദ്യം മാറട്ടെ എന്ന് പറഞ്ഞിട്ട് വരാം. You are welcome. സെൻസി, Yes, please. ഞാൻ നമ്മുടെ ലീപ്പിലുള്ള ആളാണ്. ഏപ്രിൽ ബാച്ചില് അൻവർ സാറിന്റെ ക്ലാസ്സിലാണ്. അപ്പൊ ഞാൻ ഇവരോട് 2 വാക്ക് പറഞ്ഞോട്ടെ. എനിക്ക് ഞാനും പറയാനായിട്ട് പറയില്ല, നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പൊ ഒരു മാസം ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത് സെൻസിനെ എന്താന്ന് വെച്ചാൽ ഒന്നുകൂടി കൂടുതൽ ക്ലിയർ ആവാന്ന് വെച്ചിട്ടാണ്. ഞാനിപ്പോ 2 ആഴ്ചയേ ഉള്ളൂ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എന്റെ ലൈഫിൽ എന്ന് പറഞ്ഞാല് ഞാനിപ്പോ ഭയങ്കര ഹാപ്പിയാണ്. 2 ആഴ്ച ഞാൻ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അതിന് മുന്നൊക്കെ ഗസ്റ്റ് ആയിട്ടൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഞാൻ വന്നത് വേറൊരു ഡ്രീമൊക്കെ ആയിട്ടാണ്. സെൻസിക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ എന്റെ ഡ്രീം വരെ മാറി, എന്റെ കാഴ്ചപ്പാട് മാറി. ഞാനിപ്പോ ഒരുപാട് ഉയരത്തിലാണ് ചിന്തിക്കുന്നത്. പിന്നെ എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ സാധാ പക്ക ഒരു വീട്ടമ്മയാണ്. വെറും +2 ക്വാളിഫിക്കേഷൻ മാത്രമുള്ള വീട്ടിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു വീട്ടമ്മയാണ്. ആ വീട്ടമ്മയായ എനിക്ക് 2 ആഴ്ച കൊണ്ട് ഇത്രയും പവർ മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ധൈര്യമായിട്ട് ഇതിൽ ജോയിൻ ചെയ്യണം. കാരണം എനിക്കിതിൽ ഇത്രയും മാറ്റം ഈ 2 വീക്ക് കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം മാറാൻ പറ്റും എനിക്കറിയില്ല. ഞാനല്ലാതായി മാറുമെന്ന് എനിക്ക് 100% ഇപ്പൊ ഉറപ്പുണ്ട്. താങ്ക് യു. ഇവിടെ ഞങ്ങൾ ഒരിക്കലും മൈൻഡ് സെറ്റ് എന്നുള്ള ട്രെയിനിങ്ങോ അല്ലെ മൈൻഡ് മാസ്റ്ററിയോ അങ്ങനത്തെ യാതൊരു സാധനം ഞങ്ങളോട് പഠിപ്പിക്കില്ല കേട്ടോ. ഇപ്പൊ ചിലരൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ മൈൻഡ് മാസ്റ്ററി ട്രെയിനിങ് കഴിഞ്ഞ ആൾക്കാരാണ്, NFT കഴിഞ്ഞാൽ EFT കഴിഞ്ഞാൽ ആ പരിപാടി ഇവിടെ ഇല്ല. അത്ര ഒരു ക്രിസ്റ്റൽ ക്ലിയർ. ഇവിടെ ഞങ്ങൾ ലോജിക്കാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, അല്ലാതെ വേറൊരു തരത്തിലുള്ള ഷോർട്ട് കട്ട്സോ അല്ലെങ്കിൽ അങ്ങനത്തെ. മൈൻഡൊക്കെ നിങ്ങൾ മാറും, ഞങ്ങൾ മാറ്റി തരുന്നില്ല, നിങ്ങൾ മാറ്റും. ഓക്കെ, യു ചേഞ്ച് ഇറ്റ്. അല്ലാതെ നിങ്ങൾ ഡോണ്ട് ഡു എനി ഓഫ് ദോസ് തിങ്സ്. എനിക്കൊന്ന് ഇടപെട്ടോട്ടെ അതില്ലേ? ഷുവർ. എന്നുവെച്ചാല് നമ്മൾ അറിയാണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആണ്. എക്സാക്ട്ലി കറക്റ്റ്. വന്നു കഴിഞ്ഞാല് നമ്മൾ അറിയില്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവുന്നത് നമ്മൾ പോലും അറിയില്ല. എല്ലാവർക്കും കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനിത് പറയുന്നത്. എന്താ വെച്ചാൽ എന്റെ അനുഭവം പറയുന്നത്, ചേഞ്ച് ആവുന്നത് നമ്മൾ പോലും അറിയില്ല. നമ്മൾ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കണ്ട. ഓൾറെഡി ഇവരെ കൂടെ അങ്ങോട്ടേക്ക് ഇവര് തൊഴിയുന്ന ആ കോണിയിലെ കണ്ട് കയറി കൊടുക്കുന്ന പണിയെ നമുക്കുള്ളൂ. അവര് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും ഇൻഷാ അല്ലാഹ്. അത് സത്യമാണ്. നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ 2 ആഴ്ചയാണ് ക്ലാസ്. ഞാൻ വന്നിട്ട് സെൻസിയുടെ അടുത്ത് കുറച്ച് സംസാരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ലീഡേഴ്സ് പറയുന്നത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. കോഡ്സ് ചാലഞ്ച് ഞാൻ കേൾക്കാറുണ്ട് എല്ലാവരുടേതും, ഞാൻ ഒന്നും പറയാറില്ല. അതിനുള്ള ഒരു ഇതിലെത്തിയിട്ടില്ല. പക്ഷെ എനിക്ക് അറിയില്ല, എനിക്ക് ഇപ്പൊ ഉള്ളൊരു മാറ്റമുണ്ട്. ജസ്റ്റ് ഒരു 1% ആയിരിക്കാം. പക്ഷെ അതെങ്ങനെ വന്നു? കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്രയും ചേഞ്ച് 2 വീക്സ് കൊണ്ട് ഞാനൊരു ലീഡറായിട്ട് പേഴ്സണലി പോയി പരിചയപ്പെട്ടു. അവരുടെ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഭയങ്കര ബെനിഫിറ്റ് അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പൊ എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, നിങ്ങൾ ധൈര്യമായിട്ട് ഈ ഒരു എല്ലാവരും പറയാനുള്ളത് കോഴ്സ് ജോയിൻ ചെയ്യണം എന്നുള്ളത്. ഒരിക്കലും ഈ ഒരു 30 ദിവസം നിങ്ങൾക്കൊരു നഷ്ടമാവില്ല എന്നുള്ളത്. അതാണ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവുന്ന പറയുന്നത്. നമ്മൾ പോലും അറിയില്ല നമ്മൾ ചേഞ്ച് ആവുന്നത്. ഓട്ടോമേറ്റഡ് ആണ് ഫുള്ള്.
അത് നമ്മള് ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ ഇവരെ കൂടെ നിന്നു കൊടുക്കേണ്ട പണിയുള്ളൂ. ഇവർ നമ്മളെ ലക്ഷ്യത്തിൽ എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. നമ്മളെ ലക്ഷ്യമൊക്കെ മാറിപ്പോട്ടെ. അത് നമ്മൾ വരുമ്പോ ഒരു ലക്ഷ്യമായിരിക്കും, അതെ പക്ഷെ കുറച്ച് കഴിയുമ്പോ നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ ഒരുപാട് ഉയരത്ത് പറക്കും. വേറെ ആളെ കേട്ട ഒരു പക്ഷെ എന്റെ ലക്ഷ്യമൊക്കെ ഇവിടെ വീട്ടിൽ കേട്ടപ്പോ എനിക്ക് വട്ടാന്ന് പറയും. അതെ അത്രയും ടോപ്പിലാണ് ഇപ്പൊ മൈൻഡ് സെറ്റ് ഒക്കെ. തീർച്ചയായിട്ടും. അതായത് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾക്ക് കിട്ടുന്ന വീഡിയോസ് ഉണ്ടല്ലോ, ആ 21 പേഴ്സൺസിന്റെ, ഞാൻ എന്റെ അടുത്തിട്ടുള്ള ഒരാളോട് പറഞ്ഞു, അതൊക്കെ ശരിക്ക് ക്യാച്ച് ചെയ്തിട്ട് ശരിക്കും ഇമ്പോർട്ടൻറ്റ് നല്ല പ്രയോറിറ്റിയോട് കൂടിയിട്ട് അത് ശരിക്കും നമ്മളൊരു ഫോട്ടോ കോപ്പി പേസ്റ്റ് നമ്മളെ മനസ്സിലേക്ക് ഗ്രാസ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് മാത്രം നമ്മൾ കൊടുക്കേണ്ടി വരും ലക്ഷക്കണക്കിന് ഉറുപ്പ്യ. ഞാൻ ശരിക്കും ആ ടോപ്പിക്കാണ് ഈ ജൂൺ 1 ദുബായിൽ എടുക്കാൻ പോണത്. ഫുൾ ഓൺടർപ്രണേഴ്സ് ബിസിനസ്മാർക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ള ആദ്യത്തെ ദിവസം പഠിക്കാൻ പോകുന്ന സാധനം അവിടെ എടുക്കാൻ പോണേ. അതെ, നമ്മൾ ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരും. അത്തരം ആ ഐഡിയോളജിയും ആ മെത്തഡോളജിയൊക്കെ നമുക്ക് ഗ്രാസ്പ് ചെയ്ത് എടുക്കണമെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ലക്ഷങ്ങൾ ചെലവാക്കേണ്ടി വരും, യാതൊരു സംശയവും വേണ്ട. ആ ഒരു സാധനമാണ് നമുക്ക് വെറും 1000 രൂപ അടിച്ചിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഇത് തരുന്നത്. ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കും, ഇത് എന്തൊരു അത്ഭുതമാണ്. Thank you so much. Thanks a lot. Any other questions or any feedback or anything? എങ്ങനെ ഇത് ജോയിൻ ചെയ്യാന്ന് ഇപ്പോൾ ചില നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. നിങ്ങളെല്ലാവരും ഗ്രൂപ്പുകളുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഒരു നമ്പർ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യട്ടെ ജസ്റ്റ്. അപ്പോൾ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. 9946421919. ഞാൻ അപ്പോൾ അത് ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. 9946421919. നിങ്ങൾ ഗ്രൂപ്പുകളിലുള്ള ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു നമ്പറിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടീം ആരെങ്കിലും ഇവിടുന്ന് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾ എങ്ങനെയാണ് 1000 രൂപ അടക്കേണ്ടത്, 1000 രൂപ മാത്രം അടച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, വളരെ സിമ്പിൾ. 1000 രൂപ അടക്കുക, ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുക. 14 തീയതി ആകുമ്പോഴേക്കിന് 14 തീയതി വെച്ചാൽ ഇന്നിപ്പം 18, ഏകദേശം ഒരു മാസത്തോളം ഉണ്ട് നിങ്ങൾക്ക്. ഒരു മാസത്തിൻ്റെ അടുത്തുണ്ട്. ഒരു മാസം വരെ നിങ്ങൾ എൻജോയ് ചെയ്ത് നിങ്ങൾ പറയുക വേണ്ട കേട്ടോ, നിങ്ങളെ പ്രൊഡക്റ്റ് നിങ്ങൾ തന്നെ വെച്ചോന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ചു വെക്കും. ഒരു പ്രശ്നമില്ല. നിങ്ങൾ പറയുന്ന റീഫണ്ട് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ 1000 രൂപ തിരിച്ചു തരും ചെയ്യും. ഒരു പൈസ പോലും നിങ്ങൾക്ക് നഷ്ടം വരാൻ പോകില്ല. ആ പൈസ ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാധനം ഞങ്ങൾക്ക് വേണ്ട. കാരണം ഞങ്ങളുടെ കൾച്ചർ അങ്ങനെയാണ്. ആ ഒരു കൾച്ചർ, ഓർഗനൈസേഷൻ കൾച്ചർ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. സോ ഒരു പേടിയില്ലാതെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ട്രസ്റ്റ് വർത്തിയായിട്ട് വരാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ഒരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് 14 തീയതി ആകുമ്പോൾ നിങ്ങൾക്ക് അത് തിരിച്ചു കൊണ്ടുപോകും ചെയ്യാം. ഞങ്ങൾ ഒരു തരത്തിലുള്ള നിർബന്ധമില്ല. അങ്ങനത്തെ ഒരു മാത്രം ജോയിൻ ചെയ്യാം. ഒരു മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോട്ടെ, ഒരു മാസം നോക്കട്ടെ എന്ന് പറഞ്ഞ് വരരുത്. ഞാനൊരു സർട്ടിഫിക്കറ്റ് കിട്ടട്ടെ എന്ന് പറഞ്ഞ് വരരുത്. അങ്ങനത്തെ ആൾക്ക് ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം അവർ ഡെവലപ്പ് ചെയ്യില്ല. ഞങ്ങൾക്ക് എത്ര തന്നെ ചെയ്താൽ അവർ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് വേണ്ട ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ, അവർ മാറാൻ മാത്രമല്ല അടുത്ത ജനറേഷനെ മാറ്റാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രമേ വരാം. ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയില്ല, മനസ്സിലായി. അപ്പം ഈ ഞായറാഴ്ച ക്ലാസ്സിലൊക്കെ ഞാൻ നടത്തുമ്പോൾ എനിക്ക് ഒരു വ്യക്തിനെ പോലും അറിയില്ല. ഇത് ആരോ ചോദിക്കണ പോലെ ഞാൻ പേര് പോലും ചോദിക്കാൻ പോകില്ല. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ജനറേഷനെ ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ഇന്ന് അയച്ചത്. ഇന്ന് ജോയിൻ ചെയ്യണത് ഇന്ന് ജോയിൻ ചെയ്യാം. സോ വി ക്യാൻ സീ ഹൗ മെനി പീപ്പിൾ അത്. അതിനനുസരിച്ചായിരിക്കും ഞങ്ങൾ ഫെസിലിറ്റേറ്റേഴ്സിനെ നിയമിക്കൽ. ഇത്ര പോലെ ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ടെന്ന്. എനി ക്വസ്റ്റ്യൻസ്? എനി അതർ ക്വസ്റ്റ്യൻസ്? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. വാട്ട് ഇസ് ഇറ്റ്? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. നിങ്ങൾ ആരാ നിങ്ങൾക്ക് അറിയില്ല. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. ഇപ്പൊ നമ്മൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോ ഓൺ ആക്കിയിട്ട് അങ്ങനെ ഉണ്ടോ? ഓഫ് ആക്കണം, എങ്ങനെയാണത്? നിർബന്ധമില്ല. നിങ്ങൾ വീഡിയോ ഓൺ ആക്കണോ ഓഫ് ആക്കണോ എന്ന് നിർബന്ധം. നിങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കും. ഇപ്പോൾ നിങ്ങൾ ചെയ്യണം അങ്ങനെ തന്നെയല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത് നിങ്ങൾ? അതെ. നിങ്ങളെ പ്രൈവസിയാ. കാരണം ഇതേപോലെ തന്നെ വേറൊരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിൽ എല്ലാവരും ഇത് ക്യാമറ ഓൺ ചെയ്തിരിക്കണം, എല്ലാവരും സൂട്ടിലായിരിക്കണം. അത് വേറെ പ്രോഗ്രാം. അത് ഞാൻ തന്നെ നേരിട്ടിരിക്കണം. അതിൽ അങ്ങനെയുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെയില്ല.
ഇതിൽ നിങ്ങൾ ക്യാമറ ഓഫ് ആക്കി നിങ്ങൾ സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. റെക്കോർഡും ചെയ്യില്ല കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ മാസ്റ്റർ മൈൻഡ്സ് റെക്കോർഡ് ചെയ്യില്ല, കാരണം അതിൽ പ്രൈവറ്റ് ടോക്സ് ഒക്കെ വരും. അപ്പം വി ഡോണ്ട് റെക്കോർഡ്. നിങ്ങളെ പ്രൈവസി ഞങ്ങൾ കീപ്പ് ചെയ്യും. അതിന് റെസ്പെക്ട് ചെയ്യുന്ന കുട്ടികളെ അവിടെയുള്ള ആൾക്കാരെല്ലാവരും ഫാമിലി പീപ്പിളാണ്. എല്ലാവരും കൾച്ചറിനെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരെ അവിടെ. എല്ലാത്തവരും നമ്മളിത് ലയിച്ചു പോകില്ല, അവർ നിൽക്കില്ല, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ ഒരു കൾച്ചറിനോട് വളരെയധികം ഇത് ചെയ്ത് പോകുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. Thank you. Anybody else? Sensei, I would like to ask a question. Sure. ഞാൻ ഇപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, which is ACCA. Is it something related to this one? Yeah. Okay. Yes, this one. Go ahead. Actually, I had spent a lot of money in that professional course. അപ്പോൾ എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് ഈസ് വൺ ഓഫ് മൈ പാഷൻ. ആൻഡ് എനിക്ക് ജോയിൻ ചെയ്യണം ആഗ്രഹമുണ്ട്, ബട്ട് ഐ ഡൗട്ട് ഇഫ് മൈ പാരൻസ് വുഡ് അലൗ. Then don't join. Don't join. Wherever, even if you got a small percentage of doubt, don't join. Okay. When the time comes, you'll automatically say, I want to join now, let me do it. But now it's not the right time for you. Okay, thank you. Sensei, one question. Yeah. ഞാൻ എന്തെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടാണോ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തത്, അതോ എനിക്ക് വെറുതെ ഒന്നാലോചിക്കാണ്ട് വെറുതെ ജോയിൻ ചെയ്യണം? ഒന്നുമില്ലാതെ വരാം. Come with an open canvas. Come with an open canvas. Nothing. ഓക്കെ, ഇപ്പൊ എന്റെ ഒരു ഇത് വെച്ചാൽ എനിക്ക് ഇപ്പൊ പ്രൊഫഷണൽ വേൾഡിൽ എനിക്ക് കുറച്ചിങ്ങനെ ഗോൾസ് ഉണ്ട്. അപ്പോ ഇവിടെ 100 ആൾക്ക് 100 ഗോൾസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, കം വിത്ത് ദ ഗോൾ. നിങ്ങളുടെ ഗോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാറുന്നുള്ളൂ, ഞാൻ ഉറപ്പ് പറഞ്ഞുതരാം. Sorry, once again. I am very eager to know about LEAP because after listing all these talks. Yeah, come join. You have to experience. It's not about listening. You have to experience. There's the feeling of experience is different from listening. Am I right? So come, be a part of it. You take part in it. You involve and engage yourself completely. That's when you start learning something. You start discovering who you are. Rather than discovering something new, you start discovering who you are. Your potential, your growth, everything starts to grow. That's a different feeling. That's a different feeling that you will never get from somebody else. You have to feel. You have to feel yourself. Okay, because each and every person is different. You're most welcome. Yeah. Anybody? Any questions? Hi, Sensei. Yes. ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിട്ടോ, 1 month ലീപ്പിൽ വന്ന ഫീഡ്ബാക്ക് ഒന്ന് പറയാൻ വേണ്ടി ചോദിച്ചതിന്റെ ഡൗട്ട് ഉണ്ട്. ഞാൻ ശരിക്കും ലീപ്പിൽ വരുമ്പോ ഇത് ലീഡർഷിപ്പ് പ്രോഗ്രാം, ഞാൻ എന്തായാലും ലീഡർ ആവാനൊന്നും പോകുന്നില്ല, അപ്പൊ എന്തിനാണ് ജോയിൻ ചെയ്യണത്, എന്നാലും വെറുതെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതിലാണ് ഞാൻ കയറി ഉണ്ടായിരുന്നത്. പക്ഷെ ലീപ്പിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ വീട്ടിലും ലീഡറാണ്, ഒരു അമ്മ എന്ന് പറഞ്ഞ റോളും ശരിക്കും ലീഡർഷിപ്പ് തന്നെയാണ്, അങ്ങനെയുള്ള ആ തോട്ടൊക്കെ അങ്ങനെയാണ് മാറിയത്. ഇന്ന് രാവിലെ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ രാവിലെ ഇന്നൊരു മാസ്റ്റർ മൈൻഡ് സെഷനിൽ കയറിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ മിഥുൻ ഡോക്ടർ അല്ല, ഒരു ഇംഗ്ലീഷ് സെഷൻ വേറെ. സൗദി അറേബ്യൻ. ഞാൻ വെറുതെ 18th വീക്ക് എന്നൊക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ചു ഇനി എന്താ 18th വീക്കിൽ പറയാന്ന് വെച്ച് ഈഗർലി ഒന്ന് കയറി നോക്കിയതാ. അപ്പൊ നമ്മൾ ഓരോ മൈന്യൂട്ട് പോയിന്റ്സ്, ഇപ്പൊ നമ്മളെ പ്രൊഫഷണൽ ജീവിതമാണെങ്കിൽ അതിനകത്ത് ചെറിയ ചെറിയ മൈന്യൂട്ട് പോയിന്റ്സിൽ നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു മാനേജ്മെന്റ് കീ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പേപ്പർ പോലും അവിടെ നിന്ന് നമ്മളുടേതല്ലാതെ എടുക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അത്രയും നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നു എന്നുള്ള, അത് ഇന്നത്തെ സെഷൻ കേട്ട് എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. നമ്മളൊട്ടും ചിന്തിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാനൊക്കെ ഒരു പേപ്പർ പെന്നൊക്കെ ഗവൺമെന്റിന്റെ അടുത്തുണ്ട് എഴുതാന്നുള്ള, അത് ഞാൻ ഇതുവരെ വിചാരിച്ചിട്ട് പോലില്ല. പിന്നെ അതിൽ ഇപ്പൊ നമുക്ക് ഫ്രീ ടൈം ആണോ, നമ്മൾ ചിലപ്പോ റീൽസ് ഒക്കെ കണ്ട് കുറെ ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് കയറിയപ്പോൾ നമ്മള് പൈസ വാങ്ങിയിട്ട് അങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെയുള്ള ഒരുപാട് ചേഞ്ചസ് ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ചേഞ്ചസ് ഉണ്ടായി. പക്ഷെ നമ്മള് ഈവൻ ഞങ്ങൾക്ക് പഞ്ചിങ് ഉണ്ട്, രാവിലെ പഞ്ച് ചെയ്ത് ഞങ്ങൾ ഇടയിൽ ഫ്രീ ടൈമിൽ നമ്മൾ ഷോപ്പിങ്ങിന് വരെ പോകും, നമ്മൾ പഞ്ച് ചെയ്യണ്ടല്ലോ. പക്ഷെ ഇന്ന് എനിക്ക് ഒത്തിരി നേരം ഞാൻ അതിനെക്കുറിച്ച് തന്നെ കുറെ ചിന്തിച്ച്, ഇത്രയും മൈന്യൂട്ട് ലെവലില് ഡീപ്പ് നമ്മളെ ചേഞ്ച് ചെയ്യിക്കേണ്ടതെന്ന് ഭയങ്കര നല്ല ഫീഡ്ബാക്ക് ആണ്. അപ്പൊ എനിക്ക് ജോയിൻ ചെയ്യാത്ത എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത്, ഇത് നമുക്ക് എല്ലാവർക്കും എല്ലാ ലെവലിലും ഓരോ മൈന്യൂട്ട് ലെവലിലും നമ്മളെ മാറ്റി കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ജോയിൻ ചെയ്യാം. ഞാൻ 5 മിനിറ്റ് വന്നിരുന്നു ആ സെഷനിൽ. ഞാൻ
ഇന്ന് ഇന്റഗ്രിറ്റിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത്. ഇന്റഗ്രിറ്റിനെ. എനിബഡി എൽസ് എനി ക്വസ്റ്റ്യൻസ്? ഇല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഏതൊക്കെ ഗ്രൂപ്പാണോ അതിൽ ഞാൻ തീർച്ചയായിട്ടും ആ ബാങ്ക് അക്കൗണ്ട് ഞാൻ ഷെയർ ചെയ്തോളാം. അത് കൂടാതെ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഗ്രൂപ്പുകളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് അയച്ചുതരും, നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചുതരാം. ഇസ് ദാറ്റ് ഓക്കെ? എനി അതർ ക്വസ്റ്റ്യൻസ്? വേറെ ഒരു സെഷൻ ഉണ്ടാവില്ല. ദിസ് ഇസ് ദ ലാസ്റ്റ് സെഷൻ ഫോർ ദ മെയ് ബാച്ച്. ഞങ്ങൾ ഒരു മാസത്തിൽ ഒരു സെഷൻ ഇങ്ങനെ നടത്തുള്ളൂ, ഓരോ മാസത്തിന് വേണ്ടിയിട്ട്. എനി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Good night. Yes, please. Sorry, continue. Yeah, go ahead. No, somebody, some leader is speaking. Okay, please. Anyone who wants to speak. Or Okay, female questions ആണ് ചോദിച്ചോട്ടെ സെൻസി. ഓക്കെ, ഞാൻ ഫീഡ്ബാക്ക് പറയാനാണ്. Questions ആണ് ചോദിച്ചത്. No, leader. Also, I want to tell my feedback today. That's Okay. Go ahead. I'm now 14th week. ഞാൻ 14ാമത്തെ ആഴ്ചയിലാണ് ഇപ്പം ലീപ്പിൻ്റെത്. അപ്പം എൻ്റെ ലൈഫിൽ വന്ന ചേഞ്ചസ് എന്ന് പറയാനാണെങ്കിൽ വീക്ക് 1 മുതലേ നമ്മൾ എന്താ പറയാ ലീഡർഷിപ്പ് നമ്മളെ വീട്ടിൽ പോലും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ്. കാരണം നമ്മളെ മക്കളിൽ, നമ്മളെ ചെറിയ കുട്ടികളിൽ പോലും നമുക്ക് ലീഡർഷിപ്പ് കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡേ ബൈ ഡേ ഈ ലീപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡേ ബൈ ഡേ സ്റ്റെപ്സ് എടുത്തു തുടങ്ങും. നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആവും. ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണെന്നറിയില്ല, നമുക്ക് ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോൾ കോൺഫിഡൻസോടെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇപ്പം എന്ന് വെച്ചാല് അത്രയും വലിയ ഡ്രീം, നമുക്ക് എത്ര വലിയ ഡ്രീം ആണെങ്കിൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ്. നമ്മൾ ഈ ഒരു റെക്കോർഡിങ്സ് കേട്ട് കഴിഞ്ഞിട്ട് നമ്മളെ മാസ്റ്റർ മൈൻഡിൽ വന്നിരിക്കുമല്ലോ, അവിടെയാണ് ശരിക്കും നമ്മളെ ഗ്രോത്ത് ഉണ്ടാവുന്നത്. അപ്പൊ ആ മാസ്റ്റർ മൈൻഡിലാണ് എല്ലാവരും നല്ലോണം പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് മെയിൻ. Absolutely. ഇവിടെ ഞങ്ങൾ അഫർമേഷൻസോ അങ്ങനത്തെ യാതൊരു സംഭവമില്ല കേട്ടോ. അത് വിചാരിച്ച് പ്രതീക്ഷയൊന്നും വരരുത്. മെഡിറ്റേഷനോ അഫർമേഷനോ അതേപോലെ എന്താണ് ഗൈഡഡ് മെഡിറ്റേഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷ്വലൈസേഷനോ നത്തിങ്, അങ്ങനത്തെ അതൊന്നും പ്രതീക്ഷ ഇവിടെ വരരുത് കേട്ടോ. ഇവിടെ പ്രാക്ടിക്കൽ സെഷൻസ് ഉണ്ടാവുള്ളൂ. അത് എല്ലാവരും ആലോചിക്കുക. ഇവിടെ അതിനെ ഡീഗ്രേഡ് ചെയ്യില്ല കേട്ടോ, അതല്ല ഞാൻ പറഞ്ഞത്, ഡീഗ്രേഡ് ചെയ്യില്ല. പക്ഷെ അങ്ങനത്തെ സംഭവം ഉദ്ദേശിച്ചിട്ട് ഇവിടെ വരരുത്. ഓക്കെ, ഇറ്റ്സ് ഓൾ പ്രാക്ടിക്കൽ ടോക്കിംഗ് ആൻഡ് ഇൻവോൾവിംഗ് ആണ് ഇവിടെ ഉള്ളത്. That's leadership. Thank you very much, leader. There was somebody else who was about to talk. Hi, Sensi. Yes, please. Yeah. Go ahead. The male, then we'll go to the female. Male, please. Yeah, just I start with your quote. Okay. To make the impossible come true, first believe in what you can. Yeah. So, I'm the last Wednesday is my first class. Okay, that was there. So, എനിക്കിവിടെ പറയാനുള്ളത്, whoever ആരാണോ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവർ ഏത് പ്രൊഫഷണലായിക്കോട്ടെ, ഏത് ഫീൽഡിലായിക്കോട്ടെ, സെൻസിയുടെ ഫസ്റ്റ് വീഡിയോയിലുള്ള ഒരു വേർഡ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. ലെറ്റ് us see what is in it for you. അത് ഓരോ പ്രൊഫഷണൽസും അവരുടെ ആ ഒരു മേഖലയിലേക്ക് ഇവിടുന്ന് കിട്ടുന്ന എന്താണോ അത് അതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്നും ഒരു പുതിയ ഒരു വേർഡോ അല്ലെങ്കിൽ വേൾഡോ എന്തും കാണാൻ പറ്റില്ല. ഓക്കെ, സോ രണ്ട് ലീഡേഴ്സ് ചോദിച്ചൊന്ന് മടി മാറുമെന്നുണ്ട്. ഞാനൊരു പ്രൊഫഷണലാണ്, വർക്കിംഗ് ഔട്ട്സൈഡ്. ഓക്കെ, I never wake up 4:30 in my life. After I joined, I started to attend these hour sessions. So I started from 4:30 or 4 o'clock. Beautiful. Okay, that's the second. Some other leader asked, we can attend any classes. So I am the first class attend. Now today, as the other leader said, today 18th class. I reply my opinion there. That is integrity. I have no idea about the integrity. Yeah. Okay. So I present my opinion there. So my opinion, regardless whoever you are, ആരായിക്കോട്ടെ, ഏത് ഫീൽഡിലായിക്കോട്ടെ, but you start with this one, you will get another world. Absolutely. That is my advice. Absolutely. To whoever, even aspirant
It's not regardless anyone, whoever they. Okay, that is my advice. ആര് വന്നിട്ട് ആര് ജോയിൻ ചെയ്താലും they will get their output. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഞാൻ ആരുടെയും പേരൊന്നും ചോദിക്കുന്നില്ല കേട്ടോ, കാരണം എനിക്ക് അറിയില്ല. കാരണം ഓരോരോ അക്കാഡമീസിൽ ഞാൻ പറയില്ലേ, നിങ്ങളെ മക്കളെ നോക്കണ പോലെ ഓരോരോ ഫെസിലിറ്റേറ്റർ നിങ്ങൾ നോക്കിയിരിക്കണം, അവരെ ഫുൾ കെയർ ചെയ്തിരിക്കണം. അങ്ങനത്തെ ഫെസിലിറ്റേറ്റേഴ്സ് നമ്മളെ അടുത്തുള്ളൂ, അങ്ങനത്തെ ഫെസിലിറ്റേറ്റേഴ്സ് നമ്മളെ അടുത്തേക്ക് വരുള്ളൂ. You got it. So we love that because that's the culture that we are bought in. So thank you very much. ഇവിടെ ഇരിക്കുന്ന ഓരോരോ ലീഡേഴ്സും നാളെ അവർ ഫെസിലിറ്റേറ്റേഴ്സ് ആവും, അവർ നാളെ അവർ മറ്റു ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന ലീഡേഴ്സായിട്ട് മാറും. ഇറ്റ്സ് ഓൾ അബൌട്ട്. ആരും ചോദിച്ചാൽ എനിക്ക് പോയി ക്ലാസ് ഇടാൻ പറ്റുമെന്ന്, നിങ്ങൾ ക്ലാസ് ഇടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ടാവും, ലീഡേഴ്സിന് പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ടാവും. You don't have to wait to start a class. Yeah, also that one I want to say, and a certificate. You will get a certificate yourself, and it's not a paper certificate. Absolutely. You will get a, yeah, that's also. Absolutely. കാരണം ഇന്ത്യ സർട്ടിഫിക്കറ്റിന് വില ഇല്ല കേട്ടോ, ഇന്ത്യ സർട്ടിഫിക്കറ്റിന് വില ഇല്ല നിങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ. But you are valued. You are valued. You are not going to the certificate. Yeah, you will be valued because people will see. People will see the difference. That is our trust, you know. You are valued. Your words is valued. Thank you. Right. Is there anybody else who would like to ask any question or leave something, a words or two? If not, Hi, Sensi. yes, please. Ashivan. Oh, പറയൂ. ആഷിഫ് ഒരു ഫെസിലിറ്റേറ്റർ ആണ് കേട്ടോ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, സെൻസിയുടെ ക്ലാസ് ഒരു 6ാം ക്ലാസ്സുകാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആയിരിക്കും. പക്ഷേ ഒരു ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ ആയിട്ട് ഇരിക്കുന്നവർക്ക്, ഒരു 25 years ആയവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റിയത്, പുതിയതായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റ് ആണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് വന്ന മാറ്റമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ ചിന്തയെയാണ് ഫസ്റ്റ് ഇത് സ്വാധീനിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലീപ്പിലും ഓരോ സെഷനിലും വരുന്ന ടോപ്പിക്, നമ്മൾ ഇവിടെ ഒരു നെഗറ്റീവ് വേർഡ്സ് യൂസ് ചെയ്യുന്നില്ല, എല്ലാം പോസിറ്റീവ് വേർഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് തിങ്, സോ ഇറ്റ് വിൽ അഫക്ട് യുവർ മൈൻഡ്, it will affect what you think, how you think, then it will affect how you talk. Okay, then how you take action, how you need to ask the question. Asking the question, that is the best thing you can learn from Sensi, because when you give suggestion, most of the people എല്ലാവരും അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കും, റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കും. പക്ഷെ നിങ്ങളൊരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കും, എന്തിനാണ് ഈ ആൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു സംസാരിക്കുന്ന ആളായിരുന്നില്ല. എനിക്ക് സംസാരിക്കുമ്പോൾ എന്റെ വേർഡ് സ്റ്റക്ക് ആവുമായിരുന്നു. ഞാൻ മാക്സിമം മാസ്റ്റർ മൈൻഡിൽ ജോയിൻ ചെയ്യും. ഈ വേർഡ്സുകളെല്ലാം എനിക്ക് മാസ്റ്റർ മൈൻഡിൽ നിന്ന് ഇങ്ങനെ ഓട്ടോമാറ്റിക് ഇപ്പൊ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെങ്ങനെ ചിന്തിക്കണം, നമ്മളെങ്ങനെ സംസാരിക്കണം, നമ്മളെങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കണം, നമ്മളെങ്ങനെ മാനേജ് ചെയ്യണം ആൾക്കാരെ, നമ്മളെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യണം. ഇൻഫ്ലുവൻസ് ഈസ് all about leadership. This is what I learned from Sensi. I want to thank Sensi. And if you join Leap for the first 2 weeks itself, you can see a change. ഇപ്പൊ ഒരു ലീഡർ പറഞ്ഞിരുന്നല്ലോ, ഇന്റഗ്രിറ്റി, അതിലൊരു ആള് ഞാനായിരുന്നു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോ ആ ലീഡർ ഞാൻ എന്റെ ക്വസ്റ്റ്യനെ പറ്റിയായിരിക്കും ചിലപ്പോ ആ ലീഡർ സംസാരിച്ചത്. അപ്പോ wish you all the best. It is the best session you can join. ഞാൻ എന്റെ ഫസ്റ്റ്, ഞാൻ ഇതിനു മുമ്പ് എനിക്ക് 41 years ആണ്, 17 years ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ്. ഞാൻ ഇതുവരെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് കോഴ്സ് ജോയിൻ ചെയ്തിട്ടില്ല. സെൻസിയുടെ ഒറ്റ വീഡിയോയിൽ 500 rupees ഞാൻ ട്രാൻസ്ഫർ ചെയ്തു ഇമ്മീഡിയറ്റ്ലി. ദെൻ ലീപ്പിൽ ജോയിൻ ചെയ്തു. ഇപ്പൊ ഞാൻ ലീപ്പിൽ ഫെസിലിറ്റേറ്റർ ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ അധികം വേർഡ്സ് എനിക്ക് കിട്ടാതിരുന്നിട്ടില്ല. ബിഫോർ ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഐ യൂസ് ടു stuck for the words in my mind. It will not come to my tongue when I talking to other people. So I'm example how I changed my life in 6 months. So you can do. It's the best opportunity. Make use of it. Thank you. Thanks so much. On more Sensi. Oh, sure. I want to tell our leaders, because there is innovation. If no innovation, we will outdated. Yeah. But now Sensi always making new records. Maybe the coming records not created. That means, I'm going to create tomorrow. Tomorrow morning. You see that's one. And
whenever we join any courses that is outdated, most of the outdated, maybe they recorded 2008 or 16 or whatever, they are still using that one. So I want to express this one also here. That's very interesting for me. Thank you. I really appreciate that. എനിക്ക് നിങ്ങൾ ആരുടെയും സമയം കൂടുതൽ എടുക്കാൻ താല്പര്യമില്ല. I know it's getting late, so thank you very much once again. Those who are in the group, you'll definitely get the link there. Otherwise, you can just connect with the number. I would welcome you all. Okay, നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള സമ്മതം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. I welcome you all. Thank you very much all the leaders for being here for your time. ഇത് തീർച്ചയായും നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ ഞാൻ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക്, ഈ വീഡിയോൻ്റെ റെക്കോർഡഡ് ലിങ്ക് നിങ്ങൾക്ക് അയച്ചു. നിങ്ങൾക്ക് you can go and watch it again. It will be there. Thank you.